المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കേരള യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗം സംഘടിപ്പിച്ച ഹദീസ് സെമിനാറിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന പൊതു പ്രോഗ്രാമുകളുടെയും ഹദീസ് സെമിനാറിന്റെയുമെല്ലാം ഈ സമാപന സെഷനിൽ നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി വളരെ നൂതനമായൊരു വിഷയമാണ് സർവകലാശാലയുടെ ഉത്തരവാദപ്പെട്ടവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഹദീസും ആധുനിക ശാസ്ത്രവും. ഹദീസ് എന്ന അറബി ശബ്ദത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മലയാള പരിഭാഷ വൃത്താന്തമെന്നാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച് 40 വയസ്സുവരെ മക്കയിലെ സത്യസന്ധനായി കണ്ണിലുണ്ണിയായി ജീവിച്ച് 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചതു മുതൽ സത്യത്തിന്റെ ശത്രുക്കളുടെ പീഡനങ്ങൾക്കും ബന്ധനങ്ങൾക്കും ഇരയായി അവസാനം ആദർശമനുസരിച്ച് ജീവിക്കുവാൻ നിർവാഹമില്ല എന്ന് മനസ്സിലായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ വെച്ച് തന്റെ 63ാമത്തെ വയസ്സിൽ മരണപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നഖചിത്രമാണ് ഹദീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ അനുവാദങ്ങളുമാണ്. സുന്നത്തിന് രേഖീകരിക്കപ്പെട്ടതാണ് ഹദീസ്. സുന്നത്ത് എഴുതപ്പെട്ടതാണ് ഹദീസ് എന്നർത്ഥം. പ്രവാചകനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹദീസുകൾ ചിലരെല്ലാം വ്യക്തിപരമായി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും പ്രവാചകന്റെ ജീവിതചര്യ മറ്റുള്ളവരുമായി സ്വഹാബിമാർ പങ്കുവച്ചത് അവരുടെ വാമൊഴികളിലൂടെയായിരുന്നു, ഉപദേശങ്ങളിലൂടെയായിരുന്നു. അത് സ്വഹാബികളിൽ നിന്ന് താബികളും അടുത്ത തലമുറയിൽപ്പെട്ട താബികളും ഈ ഒരു സംപ്രേഷണ രീതിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചിത്രത്തെ, സുന്നത്തിനെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തു. എന്നാൽ 3ാമത്തെ തലമുറയായപ്പോഴേക്ക് സ്വാഭാവികമായും പ്രവാചകന്റെ സുന്നത്ത് രേഖീകരിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിത പ്രമുഖന്മാർക്കും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകന്മാർക്കും ബോധ്യപ്പെട്ടപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ഉള്ള സുന്നത്തുകൾ, ആ സുന്നത്തുകളെ രേഖീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചത്. ആ രേഖീകരണം നടന്ന സമയത്ത് സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സത്യസന്ധമായി സംപ്രേഷണം ചെയ്യപ്പെട്ട
ഹദീസുകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ ഉണ്ടായിരുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന്, കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളിൽ നിന്ന് പ്രവാചകനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള ഹദീസുകൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ആധുനിക വിജ്ഞാനീയങ്ങളെല്ലാം നാണിച്ചു പോകുന്ന രൂപത്തിലുള്ള വളരെ സമഗ്രവും സൂക്ഷ്മവുമായ ഒരു വിജ്ഞാനീയം മുസ്ലിം പണ്ഡിതന്മാർ രൂപീകരിക്കുകയുണ്ടായി. ഉസൂലുൽ ഹദീസ് എന്നറിയപ്പെട്ട ഹദീസ് നിദാനശാസ്ത്രമാണത്. ഹദീസ് നിദാനശാസ്ത്രത്തിന്റെ അരിപ്പയിലൂടെ ഒരു ഹദീസ് കടന്നു പോയാൽ അതിനർത്ഥം ആ ഹദീസ് പ്രവാചകനിൽ നിന്നുള്ളതാണ് എന്നാണ്. പ്രവാചകനിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞു കൊടുത്തതാണ്, അതല്ലെങ്കിൽ കാണിച്ചു കൊടുത്തതാണ്, അതല്ലെങ്കിൽ അനുവദിച്ചതാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സാക്ഷ്യമാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച രണ്ട് വാക്കുകളിൽ, നമ്മൾ രണ്ട് ഖുർആനിന്റെ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഖുർആൻ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മിലെ 4-5 വചനങ്ങൾ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇച്ഛയനുസരിച്ച് സംസാരിക്കുന്നവനല്ല. അദ്ദേഹം പടച്ചവന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്, ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉറപ്പുള്ള സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾ, ആ ഹദീസുകൾ അവ എത്രത്തോളം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്തും പുറത്തും വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കാലാന്തരങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ നേർക്കുനേരെ നിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് ഒരു ചിന്താ പ്രസ്ഥാനവും ഉണ്ടായിട്ടില്ലെങ്കിൽ, പ്രവാചക കാലഘട്ടം കഴിഞ്ഞ് ആദിമ തലമുറ മുതൽക്ക് തന്നെ മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് തന്നെ ഹദീസുകളെ നിഷേധിക്കുന്ന ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വന്നിട്ടുമുണ്ട്. ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ നാം ആധുനിക സമൂഹത്തിൽ എന്തെല്ലാം സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഹദീസുകളെ പഠനവിധേയമാക്കിയാൽ അവ എത്രത്തോളം സൂക്ഷ്മമാണ്, പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന്, എത്രത്തോളം കഴിയുമെന്നതിന്റെ അന്വേഷണമാണ് ഹദീസും ആധുനിക ശാസ്ത്രവും എന്ന തലക്കെട്ടിന് കീഴിൽ നടക്കുന്നത്. നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അവതരണങ്ങൾ കേട്ടിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പടച്ചവന്റെ വചനങ്ങളാണ്. പടച്ചവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത സംസാരമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. ആ വചനങ്ങൾ അള്ളാഹുവിൻ്റെതാണ് എന്നതുകൊണ്ട് തന്നെ ആ വചനങ്ങൾക്ക് തന്നെ അമാനുഷികതയുണ്ട്. ആ വചനങ്ങളിൽ മനുഷ്യരുടെ സ്പർശമില്ലേ ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പടച്ചവന്റെ വചനങ്ങൾക്ക് തുല്യമായ വചനങ്ങൾ കൊണ്ടുവരാൻ മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നത്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 223-ാമത്തെ വചനം. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹു പഠിച്ച് നിങ്ങൾക്ക് സഹായികളായി ലഭിക്കുവാനുള്ള ആളുകളെയെല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമല്ല. ഇത് പടച്ചവന്റെ വചനങ്ങൾക്ക് തുല്യമായ
വചനങ്ങൾ ഒരാൾക്കും ഉണ്ടാക്കുവാൻ സാധ്യമല്ല എന്ന വെല്ലുവിളിയാണ്. ഇതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളുടെ തലത്തിൽ ഖുർആൻ മറ്റൊരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 82-ാമത്തെ വചനത്തിൽ ആ വെല്ലുവിളി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പടച്ചവന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരബദ്ധമോ വൈരുദ്ധ്യമോ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടും അതിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ ഇസ്ലാം വിമർശകർക്കോ ഖുർആൻ വിമർശകർക്കോ ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഹദീസുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോ അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ അതുമല്ലെങ്കിൽ അനുവാദമോ ആണ്. ആ അനുവാദമോ രേഖപ്പെടുത്തപ്പെട്ട രേഖയാണ് ഹദീസ്. ഇവിടെ ഹദീസും ഖുർആനും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ളതാണ് എന്നുറപ്പുള്ള സ്വഹിയായ ഹദീസുകളും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ വഹീ തന്നെയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ തന്നെ വചനങ്ങളാണ്. ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളോ പ്രവാചകന്റെ പ്രവർത്തനങ്ങളോ പ്രവാചകന്റെ അനുവാദമോ ആണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയും, ഹദീസുകളുടെ പദങ്ങൾക്ക് ഇജാസ് ഇല്ല. എന്തുകൊണ്ട്? ഹദീസുകളുടെ പദങ്ങൾ പടച്ചവനിൽ നിന്നുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ ആ പദങ്ങൾ ഖുർആനിനെ പോലെ, ഖുർആനിലെ പദങ്ങളെ പോലെ അമാനുഷികമാണ് എന്ന് പറയാൻ സാധ്യമല്ല. പ്രവാചകനിൽ നിന്ന് ഒരു കർമ്മം കണ്ട, ഒരു പ്രവർത്തനം കണ്ട സ്വഹാബി, ആ സ്വഹാബിയുടേതായ പദങ്ങളിലാണ് ആ പ്രവർത്തനം വിവരിക്കുന്നത്. അതല്ലെങ്കിൽ പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു സ്വഹാബി ആ സ്വഹാബിയുടേതായ പദങ്ങളിലൂടെയാണ് അത് വിവരിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വചനങ്ങളുടെ തലത്തിലല്ല ഹദീസുകൾ ഉള്ളത്. അള്ളാഹുവിന്റെ വചനങ്ങൾ ഇജാസ് ഉള്ളതാണ്, അത് അമാനുഷികതയുള്ളതാണ്. ഹദീസാകട്ടെ ആശയങ്ങളാണ് അമാനുഷികതയുള്ളത്. ഇവിടെയും നമുക്ക് അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഹദീസുകൾ അവയുടെ ആശയങ്ങൾ അമാനുഷികമാണെങ്കിൽ അതിൽ നമ്മൾക്ക് നേർക്കുനേരെ അറിയാവുന്ന വിഷയങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധനയിൽ അബദ്ധങ്ങൾ കണ്ടെത്തുവാൻ സാധ്യതയില്ലേ എന്ന ചോദ്യമാണ്. പലപ്പോഴും ഹദീസ് നിഷേധികളുടെ തട്ടകങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കാറുള്ള ഹദീസുകൾക്കെതിരെയുള്ള നിരവധി വിമർശനങ്ങളിൽ ഒന്നാണിത്. ആ വിമർശനങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹദീസുകളും ആധുനിക ശാസ്ത്രവും എന്ന വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് തുടക്കമാണ്. ഇതിലെ ലക്ഷ്യമാകട്ടെ ഈ വിഷയത്തിലുള്ള നിരന്തരമായ ഗവേഷണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചോദനമാണ് താനും. ഹദീസുകളിൽ സവിശേഷമായി നമ്മൾ മാറ്റി നിർത്തുന്ന ചില ഹദീസുകളുണ്ട്. ആ മാറ്റി നിർത്തുന്നത് നമ്മുടെ പഠനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പ്രവാചകന്റെ പ്രവാചകത്വത്തിന് തെളിവായി ചിലപ്പോൾ പ്രവാചകന്റെ പ്രബോധിത സമൂഹങ്ങളിൽപ്പെട്ട വേദക്കാരുമല്ലാത്തവരുമായ ആളുകൾ ചോദിച്ച ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ആ മറുപടികളിൽ പ്രത്യേകമായ അമാനുഷികത നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സഹീഹ് മുസ്ലിമിൽ, സഹീഹ് മുസ്ലിം സഹിയായ ഹദീസുകളുടെ സമാഹാരമാണ്. സഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഹൈലിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിപ്പിക്കപ്പെട്ട അടിമയായിരുന്നു. ആ സൗബാൻ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോഴുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഭവം വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജൂതന്മാർ
പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ വന്നു. സഹീഹ് മുസ്ലിം കിതാബുൽ ഹൈദ് 716 ഹദീസ്. ഈ ജൂത പണ്ഡിതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ജൂത പണ്ഡിതൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, നീ ഒരു പ്രവാചകനാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി പ്രവാചകന്മാർക്കും വേദങ്ങളിൽ അഗാധമായ ജ്ഞാനമുള്ള ആളുകൾക്കും മാത്രം അറിയാവുന്ന ഒരു വിഷയത്തിലുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആ ചോദ്യം കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ചാണ്. ചോദ്യം കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഈ മറുപടിയിൽ 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗങ്ങൾ വേറെ വേറെ എടുത്ത് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആദ്യം പറഞ്ഞത് സ്രവത്തെക്കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉർ റജുലി അബിയദുൻ വമാഉൽ മർഅതി അസ്ഫർ. ഹദീസ് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഫിഖ്ഹ് പണ്ഡിതന്മാർ പ്രത്യേകിച്ച്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒന്നാമത്തെ കാര്യം, പുരുഷന്റെ സ്രവം വെളുത്ത നിറത്തിലുള്ളതാണ്, സ്ത്രീയുടെ സ്രവം മഞ്ഞ നിറത്തിലുള്ളതാണ് എന്നാണ്. ഹദീസ് പണ്ഡിതന്മാർ മാത്രമല്ല, ആധുനിക ശാസ്ത്രത്തിന്റെ ഖുർആനും ശാസ്ത്രവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പഠിച്ച ചില പണ്ഡിതന്മാർ പോലും ഈ ഹദീസിന്റെ പ്രാമാണികതയിൽ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അറിഞ്ഞിടത്തോളമുള്ള സ്ത്രീ സ്രവങ്ങളൊന്നും തന്നെ മഞ്ഞ നിറത്തിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷസ്രവം തീർച്ചയായും വെളുത്ത നിറത്തിലുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ബാഹ്യമായ സ്രവമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സ്രവങ്ങൾ, അറിയാവുന്ന സ്രവങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, സ്ത്രീ ശരീരം ലൈംഗിക വീഴ്ചക്ക് തയ്യാറാകുന്ന സമയത്ത് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്രവം, അതിന് ബെർത്തോലിൻ സ്രവം എന്ന്, ബെർത്തോലിൻ ഫ്ലൂയിഡ് എന്ന് ശാസ്ത്രകാരന്മാർ പറയും. ബെർത്തോലിൻ ഫ്ലൂയിഡിന്റെ നിറം അത് നിറമില്ല എന്നതാണ്. അത് നിറമില്ലാത്തൊരു ഫ്ലൂയിഡാണ്. രണ്ടാമത്തെ ഫ്ലൂയിഡ്, സ്ത്രീയുടെ ശരീരത്തിൽ രതിമൂർച്ച സംഭവിക്കുമ്പോൾ ചില സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന സ്രവമാണ്. ആ സ്രവത്തിന് പാരായൂറിത്രൽ ഫ്ലൂയിഡ് എന്ന് പറയും. അത് പാരായൂറിത്രൽ ഗ്രന്ഥിയിൽ നിന്നാണ് സ്രവം പുറത്തു വരുന്നത്. രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ചില സ്ത്രീകൾക്ക് മാത്രം പുറത്തു വരുന്ന സ്രവം. ഈ പാരായൂറിത്രൽ സ്രവവും നിറമില്ലാത്തതാണ്. മൂന്നാമത്തെ സ്ത്രീയുടെ ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടുള്ള സ്രവം സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്ന ജനനേന്ദ്രിയത്തെ സ്നിഗ്ധമായി നിലനിർത്തുന്ന സ്രവമാണ്. സെർവിക്കൽ മ്യൂക്കസ് ആണ് സ്ത്രീയുടെ അണ്ടോൽപാദനത്തിന്റെ സമയത്ത്, ഗർഭധാരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയത്ത് അതൊരു തരത്തിൽ ക്രീം നിറത്തിൽ ആയിത്തീരുകയും അത് വെച്ചുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന് സ്ത്രീ ശരീരം സന്നദ്ധമാണോ എന്ന് അറിയുകയും ചെയ്യാമെന്ന് ആ രംഗത്തെ വിദഗ്ധന്മാർ പറഞ്ഞു തരും. ഇവിടെ നമുക്കറിയാവുന്ന 3 സ്രവങ്ങളും യഥാർത്ഥത്തിൽ മഞ്ഞയല്ല. പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഉൽ മർഅതി അസ്ഫറുൻ എന്ന് പറഞ്ഞു? ഇത് നമ്മൾ അറിയണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മാഇനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞിന്റെ ജനനത്തിന് നിമിത്തമാകുന്ന മാഇനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞിന്റെ ജനനത്തിന് നിമിത്തമാകുന്നതല്ല ഞാനീ പറഞ്ഞ 3 സ്രവങ്ങളും. ഒന്ന്, ലൈംഗിക ബന്ധത്തിന് സ്ത്രീ ശരീരം സന്നദ്ധമായാൽ ഉണ്ടാകുന്ന സ്രവമാണെങ്കിൽ, മറ്റൊന്ന് സ്ത്രീയുടെ രതിമൂർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണെങ്കിൽ, മൂന്നാമത്തേത് അണ്ടോൽപാദനത്തിന്റെ സമയത്ത് അല്ല, ആ സമയത്ത് മാത്രമല്ല, പക്ഷെ അണ്ടോൽപാദനത്തിന്റെ സമയത്ത് കൂടുതൽ ക്രീമിയായി മാറുന്ന സ്രവമാണ്. സ്ത്രീയുടെ ജനനവുമായി കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെടുന്ന സ്രവം സ്ത്രീ ശരീരത്തിൽ ആന്തരികമായി നടക്കുന്നതാണ്. ആന്തരികമായി
സ്ത്രീ ശരീരം അവളുടെ ആർത്തവചക്രത്തിന്റെ 14ാമത്തെ ദിവസത്തിൽ അണ്ഡോ ഉത്സർജനം നടക്കുന്നു. അണ്ഡം പുറത്തു വരുന്നു. ഓവുലേഷൻ എന്ന് ശാസ്ത്രകാരന്മാർ ഇംഗ്ലീഷ് ഭാഷയിൽ അതിനെ വിളിക്കും. അണ്ഡോത്സർജനം നടക്കുന്നത് ഒരു പ്രത്യേക പ്രോസസ് വഴിയാണ്. അണ്ഡോത്സർജനത്തിന്റെ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ ഉള്ള പ്രായപൂർത്തിയായ സ്ത്രീയുടെ ശരീരത്തിലുള്ള 300ഓളം അണ്ഡങ്ങളിൽ ഒരു അണ്ഡം അതിന് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ആ അണ്ഡം വളരുന്നത് ഫോളിക്കിൾ എന്നറിയപ്പെടുന്ന ഒരു അറയിലാണ്. ഫോളിക്കിളിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ദ്രവം വന്ന് നിറയും. ആ ദ്രവത്തിൽ പ്രധാനമായിട്ടുള്ളത് ഹലറൂയിനിക് ആസിഡാണ്. ഹലറൂയിക് ആസിഡ് പ്രധാനമായിട്ടുള്ള ഫോളിക്കിൾ അത് നിറഞ്ഞ് പാകമെത്തുമ്പോൾ സ്റ്റിഗ്മ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ദ്വാരമുണ്ടാകും. ഈ ദ്വാരമുണ്ടാകുവാൻ വേണ്ടി തലച്ചോറിന്റെ നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ലൂറ്റിനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. ലൂറ്റിനൈസിംഗ് ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി സ്റ്റിഗ്മയുണ്ടായിക്കഴിഞ്ഞാൽ ഫോളിക്കിൾ പൊട്ടി അണ്ഡാശയത്തിനകത്ത് നിന്ന് പുരുഷന്റെ ശരീരത്തിലെ സ്ഖലനം നടക്കുന്ന അതേ രീതിയിൽ അണ്ഡവും അണ്ഡത്തോടൊപ്പമുള്ള ദ്രാവകവും തെറിച്ചു വീഴും. ഈ ദ്രാവകത്തിൽ അണ്ഡം മാത്രം ഫലോപ്യൻ നാളിയിലൂടെ അത് മെല്ലെ ഗർഭാശയത്തിലേക്ക് പോകും. ആ അണ്ഡം അവിടെ വെച്ച് പുരുഷ ബീജവുമായി യോജിക്കുകയാണെങ്കിൽ അത് സിക്താണ്ഡമായി കുഞ്ഞായി തീരും. ഇല്ലെങ്കിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. ഇവിടെ പെണ്ണിന് ആന്തരികമായി സംഭവിക്കുന്ന ഒരു സ്രവമുണ്ട്. പുരുഷന് സംഭവിക്കുന്നത് പോലെ മാസത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്. ഇത് നിറം എന്താണ്? ശാസ്ത്രഗ്രന്ഥങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യം. പക്ഷേ അതിന്റെ നിറം മഞ്ഞയാകുന്നു. ലൂറ്റിനൈസിംഗ് ഹോർമോൺ എന്ന ഹോർമോൺ, ലൂറ്റിനൈസിംഗ് എന്ന പേര് തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്നുണ്ടായതാണ്. ലാറ്റിനിൽ ല്യൂറ്റിനൈസ് എന്ന് പറഞ്ഞാൽ മഞ്ഞവൽക്കരിക്കുക എന്നാണ് അർത്ഥം. ഇതിൽ നിന്ന് അണ്ഡം പുറത്തു പോയതിനു ശേഷം ബാക്കിയാകുന്ന ഭാഗം അതിന് കോർപ്പസ് ലൂറ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പസ് ലൂട്ടിയം എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ യെല്ലോ ബോഡി എന്നാണ്. അഥവാ ഈ ബാക്കി ഭാഗം പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ അത് കൂടുതൽ മഞ്ഞ നിറമായി തീരുകയും നല്ല ഓറഞ്ച് നിറം ഏകദേശം പുരുഷന്റെ ശരീരത്തിലെ സ്ത്രീയുടെ ശരീരത്തിലെ കോർപ്പസ് ലൂട്ടിയം പൂർണ്ണമായ ഓറഞ്ച് നിറത്തിലേക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു. ഇവിടെ മാഉൽ മർഅത്തി അസ്വറുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പദത്തിന്റെ കൃത്യതയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇന്നും ശാസ്ത്രകാരന്മാർ ആ വിഷയത്തിൽ പഠനങ്ങൾ നടത്തി വരുന്നേ ഉള്ളൂ എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് മാഇനയും കുറിച്ച് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ തന്നെ പിന്നീട് പറയുന്നത് ഫൈദജ്തമഅ എന്നാണ്. ഈ രണ്ട് മാകൾ കൂടി യോജിച്ച് കഴിഞ്ഞാൽ എന്ന്. ഇതൊരു വലിയ വിവരമാണ്. അന്നത്തെ ഒരവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഈ വിഷയകമായ അറിവിന് വിരുദ്ധമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം. പരിശുദ്ധ ഖുർആനും പറഞ്ഞു, നുത്ഫത്ത് നംഷാജിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ നംഷാജിൻ നബ്തലീഹി. ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 2-ാമത്തെ വചനം. നുത്ഫത്തുൻ നംഷാജ് കൂടിച്ചേർന്നുണ്ടായ ഒരു നുത്ഫയിൽ നിന്ന് പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലായിട്ട് 1 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നത്
ഗ്രീക്കുകാരുടെ വിശ്വാസമായിരുന്നു. ഗ്രീസിലെ മഹാപണ്ഡിതനായിരുന്ന അരിസ്റ്റോട്ടിൽ, ക്രിസ്തുവിന് 322 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അരിസ്റ്റോട്ടിൽ, അദ്ദേഹം എഴുതിയ ഓൺ ദ ജനറേഷൻ ഓഫ് ആനിമൽസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, പെണ്ണിന്റെ ശരീരത്തിലെ ആർത്തവരക്തം പുരുഷ ശരീരത്തിലെ ബീജം ഒരു ഉൽപ്രേരകമായി വർത്തിച്ച് ആർത്തവരക്തം കട്ടിപിടിക്കുകയും അതിനോട് സ്ത്രീ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടാണ് കുഞ്ഞ് രൂപവൽക്കരിക്കപ്പെടുന്നത് എന്നാണ് എപ്പിജനസിസ് എന്നാണ് ഈ പ്രക്രിയക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാലത്തിലുള്ളവരും പേര് പറഞ്ഞത്. ആ പേര് പിൽക്കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ശേഷം മെഡിക്കൽ സയൻസിന്റെ പിതാക്കന്മാരിൽ ഒരാൾ അറിയപ്പെടുന്ന ഹിപ്പാർക്കസ്, അദ്ദേഹം ക്രിസ്തുവിന് 377 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് പുരുഷ ബീജമാണ്, ആ ബീജം വളർന്നു വന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ടാകുന്നത് എന്നാണ്. ഇതിന് പ്രീ ഫോർമേഷൻ തിയറി എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല, ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്ക് പോലും ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഒന്നാണത്. വില്യം ഹാർവേ രക്തചംക്രമണത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മുന്നിൽ നിന്നിരുന്നയാളാണ്. ക്രിസ്താബ്ദം 1657 അദ്ദേഹം മരണപ്പെട്ടത്. ആ വില്യം ഹാർവേ വിശ്വസിച്ചത് സ്ത്രീ ശരീരത്തിൽ ഒരു അണ്ഡമുണ്ട് എന്നും ആ അണ്ഡം സ്വയം വളർന്ന് പുരുഷ ബീജത്തെ ഒരു ഉൽപ്രേരകമായി ഉപയോഗപ്പെടുത്തി ആ അണ്ഡത്തിൽ ഒരു കോഴിയുടെ മുട്ടയിൽ കുഞ്ഞുള്ളതുപോലെ സ്ത്രീ ശരീരത്തിലുള്ള അണ്ഡത്തിൽ ഒരു കുഞ്ഞ് ഒളിച്ചു കിടക്കുന്നുണ്ട് എന്നും ആ കുഞ്ഞാണ് വളർന്നു വലുതാകുന്നത് എന്നുമാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന് ശേഷം 1725 മരണപ്പെട്ട നിക്കോളോസ് ഹാർട്ട്സോക്കർ എന്ന് പറയുന്ന ശാസ്ത്രകാരന്റെ വീക്ഷണത്തിൽ പുരുഷൻ ശ്രവിക്കുന്ന ശുക്ലത്തിനകത്ത് ഒരു കുഞ്ഞ് ഒളിഞ്ഞു തിറക്കുന്നുണ്ട് എന്നും പെണ്ണിന്റെ ശരീരത്തിൽ വെച്ച് ആ കുഞ്ഞ് വളർന്നു വലുതായി ഒരു കുട്ടിയായി നമ്മുടെ കുട്ടിയായി തീരുന്നു എന്നുമാണ്. ഇതിൽ ഒന്നിന് ഓവം പ്രീ ഫോർമേഷൻ തിയറി എന്നും മറ്റേതിന് സ്പെർമിസ്റ്റ് തിയറി എന്നും പറയും. ഇങ്ങനെ 1725 വരെ നിലനിന്നിരുന്നത് ഒന്നുകിൽ സ്ത്രീ ശരീരത്തിലെ വസ്തു മാത്രപാട്, സ്ത്രീ ശരീരത്തിലെ ബീജം മാത്രപാട്, സ്ത്രീ ശരീരത്തിലെ എന്തോ ഒന്ന് മാത്രപാട് കുഞ്ഞിന്റെ വളർച്ചയിൽ സഹായിക്കുന്നത് എന്നും മറ്റൊന്ന് പുരുഷ ശരീരത്തിലെ എന്തോ ഒന്ന് മാത്രമാണ് എന്നും പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ ജനനം. ഈ കൂടിച്ചേർന്നുള്ള ബീജത്തെക്കുറിച്ച് ഖുർആൻ നുത്ഫത്തിൻ അംശാജിൻ എന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഈ രണ്ട് ബീജങ്ങളെയും കുറിച്ച് പറഞ്ഞ് സ്ത്രീ ശരീരത്തിലുണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള പ്രത്യുൽപാദനത്തിന് കാരണമാകുന്ന അണ്ഡത്തെയും അതോടൊപ്പം തന്നെ പുരുഷ ശരീരത്തിലെ വെള്ള നിറത്തിലുള്ള പ്രത്യുൽപാദനത്തിന് കാരണമാകുന്ന ബീജത്തെയും കുറിച്ച് പറഞ്ഞ് അവ രണ്ടും യോജിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. മൂന്നാമത്തെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത്തെ വിഷയം പറഞ്ഞു. ഫഅല മനിയുർ റജുലി മനിയൽ മർഅതി അദ്കുറ ബിഇദ്നില്ല വഇദാ അല മനിയുൽ മർഅതി മനിയർ റജുലി ആനസ ബിഇദ്നില്ല. ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പദപ്രയോഗമാണിത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദപ്രയോഗങ്ങളുടെ പേരിൽ ആധുനിക ശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന
ഖുർആൻ വിമർശകന്മാരും ഹദീസ് വിമർശകന്മാരും ഈ ഹദീസിനെ പ്രതിക്കൂട്ടിൽ നിർത്താറുണ്ട്. ഈ ഹദീസിന് പരമ്പരാഗതമായി നൽകി വരാറുള്ള അർത്ഥകൽപ്പന സ്ത്രീക്ക് പുരുഷന് മുമ്പ് സ്ഖലനം സംഭവിച്ചാൽ കുഞ്ഞ് പെൺകുട്ടിയാകുമെന്നും പുരുഷന് സ്ത്രീക്ക് മുമ്പ് സ്ഖലനം സംഭവിച്ചാൽ കുഞ്ഞ് ആൺകുട്ടിയാകും എന്ന അർത്ഥകൽപ്പനയാണ്. ഹദീസ് പറയുന്നത് അതല്ലേ അല്ല. ഹദീസിൽ പറയുന്നത് ഫഅല മനിയുർ റജുലി മനിയൽ മർഅതി എന്നാണ്. അഥവാ പുരുഷ ബീജം സ്ത്രീ ബീജത്തെ അതിജീവിക്കുകയാണെങ്കിൽ മറ്റേ ആൺകുട്ടിയും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആൺകുട്ടിയും സ്ത്രീ ബീജം പുരുഷ ബീജത്തെ അതിജയിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പെൺകുട്ടിയുമാകുന്നു എന്നാണ്. എന്താണ് ഈ അതിജീവനം? അത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ 1905 ശാസ്ത്രലോകത്ത് നടന്ന ഈ കുഞ്ഞിന്റെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ പരിശോധനാ വിധേയമാക്കേണ്ടി വരും. 1905 ബീച്ചർ വിൽസണും നെറ്റി സ്റ്റീവൻസും കൂടി വ്യത്യസ്ത ലിംഗങ്ങളുടെ ക്രോമോസോമിക് ജനറ്റിക് അടിത്തറയെ കുറിച്ച് പറഞ്ഞു വെച്ചത്. അഥവാ അവര് ജീനുകളിൽ കോശങ്ങളിലുള്ള ക്രോമോസോമുകളെ കുറിച്ച് പഠിക്കുകയും ക്രോമോസോമുകളിൽ ലിംഗനിർണയത്തിന് നിദാനമായ ക്രോമോസോമുകളെ പഠനവിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ പഠനവിധേയമാക്കിയപ്പോൾ ലിംഗനിർണയത്തിന് കാരണമായ ക്രോമോസോമുകൾക്ക് അവർ പേരിട്ടു എക്സ് ക്രോമോസോം എന്നും വൈ ക്രോമോസോം എന്നും. എക്സ് ക്രോമോസോം എന്ന് പറഞ്ഞാൽ സ്ത്രീ ലിംഗ നിർണയത്തിന് കാരണമാകുന്ന ക്രോമോസോമാണ്. വൈ ക്രോമോസോം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലിംഗനിർണയത്തിന് നിമിത്തമാകുന്ന ക്രോമോസോമാണ്. അടിസ്ഥാനപരമായി പെണ്ണിന്റെ അണ്ഡത്തിൽ എക്സ് ക്രോമോസോം മാത്രമേ ഉണ്ടാകൂ. അണ്ഡം ഉണ്ടാകുന്നത് മയോസിസ് എന്നറിയപ്പെടുന്ന പ്രത്യേകമായ മൈറ്റോസിസ് എന്നറിയപ്പെടുന്ന പ്രത്യേകമായ കോശവിഭജനം വഴിയാണ്. ഊനഭംഗം എന്ന് പറയും മലയാളത്തിൽ. ഈ കോശവിഭജനം നടക്കുമ്പോൾ സ്ത്രീ ശരീരത്തിലെ കോശങ്ങളിലുള്ള 2 ക്രോമോസോമുകൾ എക്സ് ക്രോമോസോമുകൾ അവ വിഭജിക്കുകയും ഇതിൽ സ്ത്രീയുടെ അണ്ഡത്തിൽ എക്സ് ക്രോമോസോം മാത്രമുള്ള അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നു. പുരുഷ ബീജത്തിലാകട്ടെ പുരുഷന്റെ ശരീരത്തിൽ എക്സ് വൈ ക്രോമോസോമുകൾ ഉള്ളതുകൊണ്ട് ഇത് വിഭജിക്കുമ്പോൾ പകുതി എക്സ് ക്രോമോസോമും പകുതി വൈ ക്രോമോസോമുമുള്ള ബീജങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ ബീജങ്ങളിൽ പുരുഷൻ ഒരു തവണ സ്ഖലിക്കുന്ന ബീജങ്ങളിൽ എക്സ് ക്രോമോസോമുള്ള ബീജങ്ങളും വൈ ക്രോമോസോമുള്ള ബീജങ്ങളും ഉണ്ടാകുമെങ്കിൽ സ്ത്രീയുടെ അണ്ഡത്തിൽ എക്സ് ക്രോമോസോം മാത്രമേ ഉണ്ടാകൂ. ഈ എക്സ് ക്രോമോസോമുള്ള അണ്ഡം വൈ ക്രോമോസോമിനെ അതിജയിച്ചുകൊണ്ട് പുരുഷ ബീജത്തിലുള്ള എക്സ് ക്രോമോസോമുമായി യോജിക്കുമ്പോൾ കുഞ്ഞായി ഉണ്ടാകുന്നത് എക്സ് ക്രോമോസോം ആയിരിക്കും, അഥവാ പെൺകുഞ്ഞായിരിക്കും. പുരുഷ ബീജത്തിലുള്ള വൈ ക്രോമോസോം പെണ്ണിന്റെ അണ്ഡത്തെ അതിജയിച്ചുകൊണ്ട് വൈ ക്രോമോസോം യോജിക്കുമ്പോൾ, അണ്ഡവുമായി യോജിക്കുമ്പോൾ അവിടെ എക്സ് വൈ ആയിരിക്കും ഉണ്ടാകുക, പുരുഷനായിരിക്കും ഉണ്ടാവുക. ഇത് 1905 ബീച്ചർ വിൽസണും അതേപോലെ തന്നെ നെറ്റി സ്റ്റീവൻസും കൂടി ശാസ്ത്രലോകത്തിന്റെ മുന്നിൽ വെക്കുകയും പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം ജനിതക ശാസ്ത്രം അംഗീകരിക്കുകയും ചെയ്ത കാര്യപാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പുരുഷ ബീജം സ്ത്രീ ബീജത്തെ അതിജയിക്കുമ്പോൾ എക്സ് വൈ ക്രോമോസോം എക്സ് ക്രോമോസോമിനെ അതിജയിക്കുമ്പോൾ തീർച്ചയായും അവിടെയുണ്ടാകുന്നത് പുരുഷ പ്രജയാണ്. അതോടൊപ്പം തന്നെ വൈ ക്രോമോസോം എക്സ് ക്രോമോസോം വൈ ക്രോമോസോമിനെ അതിജയിക്കുമ്പോഴോ അവിടെയുണ്ടാകുന്നത് സ്ത്രീ പ്രജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമാവുകയാണ്. ഇത് ഒരു ദുർവ്യാഖ്യാനമാണ് എന്ന് വാദിക്കുന്നവരുണ്ടാകാം സ്വാഭാവികമായും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ പരിശോധിച്ചാൽ ഇത് ദുർവ്യാഖ്യാനമല്ല. പടച്ചതമ്പുരാന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, പടച്ചതമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ
പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് സംഭവിച്ച അത്ഭുതകരമായ കൃത്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിതാബുൽ ഹൈലിൽ തന്നെ, സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഹൈലിൽ തന്നെയുള്ള 715 ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഈ ഹദീസിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് അവർക്കുണ്ടായ സ്വപ്നസ്ഖലനത്തെക്കുറിച്ച് പ്രവാചകനോട് സംശയം ചോദിക്കുകയും അതിനുള്ള മറുപടിയുമെല്ലാം മടങ്ങുന്നതാണ് ഹദീസ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൈദ അല മാഉഹാ മാഅർ റജുലി യശ്ബഹൽ വലദു അഖ്വാലഹു വൈദ അല മാഉർ റജുലി മാഅഹാ യശ്ബഹൽ വലദു അഅ്മാമഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇവിടെ പുരുഷ ബീജം സ്ത്രീ ബീജത്തെ അതിജയിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ സാദൃശ്യം പുരുഷ ബീജം സ്ത്രീ ബീജത്തെ അതിജയിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ സാദൃശ്യം ആ പുരുഷന്റെ സഹോദരന്മാരോടായിരിക്കും, അഅ്മാമിനോടായിരിക്കുമെന്നും, അതോടൊപ്പം തന്നെ സ്ത്രീ ബീജം പുരുഷ ബീജത്തെ അതിജയിക്കുകയാണെങ്കിൽ അവിടെ ആ കുഞ്ഞിന്റെ സാദൃശ്യം അഖ്വാലിനോടാകും എന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അഖ്വാൽ എന്ന് പറഞ്ഞാൽ ഖാൽ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ മെറ്റേണൽ അങ്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. മാതാവിന്റെ കുടുംബത്തിലുള്ള നേർക്കുനേരെ രക്തബന്ധമുള്ള ആരെക്കുറിച്ചും അത് പറയാം എന്നർത്ഥം. ഇതേപോലെ അഅ്മാം എന്ന് പറഞ്ഞാൽ അമ്മന്റെ ബഹുവചനമാണ്. പിതാവിന്റെ നേരെ കുടുംബ ബന്ധമുള്ള രക്തബന്ധമുള്ള ആരെക്കുറിച്ചും പെറ്റേണൽ അങ്കിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രൂപത്തിലുള്ള അറബിയിലെ പ്രയോഗമാണ്. എന്താണ് ഇവിടെ വ്യക്തമാകുന്നത്? നാം ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ജനിതക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെ കുറിച്ച് തന്നെ ലോകം ചിന്തിക്കാൻ തുടങ്ങിയത് 1866 ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഒരു പാതിരി പയർ വിത്തുകളിൽ നടത്തിയ ജനിതക പരീക്ഷണങ്ങളിൽ നിന്നാണ്. ആ ജനിതക പരീക്ഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ജനറ്റിക്സ് എന്ന ശാസ്ത്രശാഖക്ക് അടിത്തറയുണ്ടായത്. ജനറ്റിക്സ് എന്താണ്, ഓരോ ജീവികളുടെയും സ്വഭാവത്തിന്റെ അടിത്തറ എന്ന് പഠിക്കുകയാണ്. നമ്മുടെ മാതാവിന്റെ അണ്ഡവും പിതാവിന്റെ ബീജവും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മളെല്ലാവരുടെയും ആദ്യത്തെ കോശമായ സിക്താണ്ഡമുണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ പിതൃ സ്വഭാവങ്ങളുടെയും മാതൃ സ്വഭാവങ്ങളുടെയും സ്വാധീനം മക്കൾക്കുണ്ടാകും. പക്ഷെ ആ സ്വാധീനം എങ്ങനെയാണ്? മാതാവിനെ പോലെ മക്കളാവണമെന്നില്ല, പിതാവിനെ പോലെ മക്കളാകണമെന്നില്ല. പിതാവിന്റെ കണ്ണുള്ള കുട്ടി അതേസമയം മുടിയോ മാതാവിന്റെ സഹോദരന്റേത്, നമ്മൾക്കറിയാവുന്നതാണിത്. ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായി മെന്റൽ പഠനത്തിന് വിധേയമാക്കിയത്. അതിനുശേഷം ജനിതകത്തിൽ ഇപ്പോൾ ജീനോമിക്സിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മനുഷ്യന്റെ എല്ലാം ഓരോ കോശങ്ങളിലെ എല്ലാ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട ജീനുകളെ രേഖീകരിക്കുന്ന ജീനോമിക്സിൽ എത്തി നിൽക്കുന്നതാണ് ശാസ്ത്രലോകം. അപ്പോ ഈ ജീനുകളിലൂടെ സ്വഭാവം സംപ്രേഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? ജനിതക ശാസ്ത്രജ്ഞന്മാർ പറയും, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ട്രേറ്റ്സ് എന്നാണ് അവർ പറയുക, ഓരോ സ്വഭാവം. ആ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് തരം സ്വഭാവം, രണ്ട് തലങ്ങൾ ഉണ്ടാകും. ഇപ്പൊ കണ്ണിന്റെ നിറമെടുക്കുക. ആ കണ്ണിന്റെ നിറത്തിൽ ഇതിന്റെ മാതാവിൽ നിന്ന് വരുന്ന ഒരു ക്രോമസോമും അല്ലെങ്കിൽ ഒരു ജീനും, ക്രോമസോം അല്ല ഒരു ജീനും, പിതാവിൽ നിന്ന് വരുന്ന ഒരു ജീനും ഉണ്ടാകും. ഈ ജീനുകൾ, പിതാവിൽ നിന്ന് വരുന്ന ജീന്, മാതാവിൽ നിന്ന് വരുന്ന ജീന്, ഈ രണ്ട് സ്വഭാവങ്ങളുടെയും മിശ്രിതമാവില്ല കുട്ടിന്റെ സ്വഭാവം. മറിച്ച് ഈ ജീനുകളിലെ ഒരു സ്വഭാവം ഡോമിനന്റ് ട്രേറ്റ് ആയിരിക്കും, മറ്റൊരു സ്വഭാവം റെസസീവ് ട്രേറ്റ് ആയിരിക്കും. ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം അതിജീവിക്കും, മറ്റേതാകട്ടെ റെസസീവ് ആയിരിക്കും, അത് ഗുപ്തമായി നിൽക്കും. ഉദാഹരണത്തിന്, മാതാവിൽ നിന്ന് കണ്ണ് കറുത്ത ഒരു സ്വഭാവവും പിതാവിൽ നിന്ന് കണ്ണ് വെളുത്ത ഒരു സ്വഭാവവും ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അതിന്റെ രണ്ടിന്റെയും ജീൻ
കുട്ടിയിലെത്തുമ്പോ കണ്ണ് കറുത്തത് എന്ന ജീൻ ഡോമിനന്റ് ആണെങ്കിൽ കുട്ടിക്ക് കണ്ണ് കറുത്തതാകും. പക്ഷേ അവിടെ റിസസീവ് ജീന് കുട്ടിയിലുണ്ട്. ആ ജീൻ ചിലപ്പോൾ കുട്ടിയുണ്ടാകുമ്പോഴാണ് ആ ജീൻ പുറത്തു വരിക. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പിതാവിന്റെ സ്വഭാവം അല്ല ആ വിഷയത്തിലുണ്ടാകുക, പിതൃ സഹോദരന്മാരുടെയോ അല്ലെങ്കിൽ പ്രപിതാവിന്റെയോ എല്ലാം സ്വഭാവമാണ് കുട്ടികൾക്കുണ്ടാവുക. നമ്മൾക്കറിയാവുന്നതാണ്, അനുഭവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് വല്ലിപ്പാന്റെ മൂക്കിന്റെ മാതിരി, അതല്ലെങ്കിൽ വല്യമ്മാന്റെ കണ്ണിന്റെ മാതിരി, അല്ലെങ്കിൽ അമ്മാവന്റെ കാതിന്റെ മാതിരി എന്നെല്ലാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഒരു പിതൃഗണത്തിലുള്ള അഥവാ അഖ്വാൽ അഅ്മാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിതൃഗണത്തിലുള്ള സഹോദരന്മാരിൽ ആരിലെങ്കിലും ഉള്ള സ്വഭാവമായിരിക്കും ആ തലത്തിലുള്ള പിതാവിന്റെ ബീജത്തിലുള്ള ആ സ്വഭാവം ഡോമിനന്റ് ആവുകയാണെങ്കിൽ കുട്ടിക്കുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണ്. മാതാവിന്റെ ബീജമാണ് ആ സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഡോമിനന്റ് ആയിത്തീരുന്നതെങ്കിൽ, മാതാവിന്റെ ബീജമാണ് ആ വിഷയത്തിന്റെ കാര്യത്തിൽ, ആ ട്രൈറ്റിന്റെ വിഷയത്തിൽ ഡോമിനന്റ് ആവുകയാണെങ്കിൽ, മാതാവിന്റെയോ മാതൃ സഹോദരിമാരുടെയോ ആ ബന്ധത്തിലോ പെട്ട ആരുടെയെങ്കിലും സ്വഭാവമായിരിക്കും കുഞ്ഞിനുണ്ടാവുക എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അമ്മ എന്നോ കാൽ എന്നോ അല്ല, മറിച്ച് അമാം എന്നും അഖ്വാൽ എന്നുമാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ചിലപ്പോൾ പിതാവിന്റെ ഒരു സഹോദരന്റെ കണ്ണും മാതാവിന്റെ ഒരു സഹോദരിയുടെ കാതുമായിരിക്കാം കുട്ടിയുടേതുണ്ടാവുക. നേരത്തെ പറഞ്ഞ ട്രൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ. നേരത്തെ പറഞ്ഞ ഈ ഒരു സ്വഭാവം പിതാവിന്റെ പിതാവിൽ നിന്നോ മാതാവിന്റെ മാതാവിൽ നിന്നോ അവരുടെ മാതാവിൽ നിന്നോ പകർന്നു കിട്ടിയതായത് കൊണ്ട് തന്നെ ആ സ്വഭാവപാട് ഇവിടെ അതിജയിക്കുന്നതെങ്കിൽ ആ സ്വഭാവമാണ് ഉണ്ടാവുക, മാതൃബന്ധത്തിലെ സ്വഭാവമാണ് ഉണ്ടാവുക. വളരെ കൃത്യമായി ആധുനിക ജനിതക ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഹദീസുകളുടെ ഇവിടെ നമ്മൾ കണ്ടത് ജൂതന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 വചനങ്ങൾ കേട്ടപ്പോ, 3 സംഭവങ്ങൾ കേട്ടപ്പോ വേദം പഠിച്ച വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള മുന്നറിയിപ്പും സന്തോഷ വാർത്തയും വേദത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഈ വേദപണ്ഡിതൻ അവിടെ വെച്ച് പറഞ്ഞു, ഉറപ്പ് മുഹമ്മദ് താൻ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് എന്ന്. ഞാനിതാ താങ്കളിൽ വിശ്വസിക്കുന്നു എന്ന്. ഈ ഹദീസിൽ ആ വിശ്വാസത്തിൻ്റെതില്ല, അത് അബ്ദുല്ലാഹിബിൻ സലാമിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വചനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ വേദ പണ്ഡിതന് മനസ്സിലായി പടച്ച തമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത് പറയാൻ സാധ്യമല്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇതേപോലെയുള്ള പല കാര്യങ്ങളും പുതിയ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയാൻ വേണ്ടി മാത്രമായ തെളിവുകളായി നടക്കാറുണ്ട് പലരും. ഉദാഹരണത്തിന് സഹീഹ് മുസ്ലിമിൽ തന്നെയുള്ള ഒരു ഹദീസ്, സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഖദറിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, കിതാബുൽ ഖദറിൽ 6725 ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഹുദൈഫത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുമ്പോൾ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യദ്ഖുലുൽ മലക്കു അലാ നുത്ഫത്തി, ആ സമയത്ത് നുത്ഫയുടെ മേലെ ഒരു മലക്ക് വരും. ആ മലക്ക് വരുന്നത് എപ്പോഴാണ്? ബഅദമാ തസ്തഖിറു ഫിർ റഹ്മി 40 ഔ 45 ലൈലതൻ. ഈ ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞിന്റെ ബീജം ഗർഭാശയത്തിൽ വെച്ച് 40 ഓ 45 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു മലക്ക് വരും. എന്നിട്ട് ആ മലക്ക് ചോദിക്കും പടച്ചവനോട് പല ചോദ്യങ്ങളും. ആ ചോദ്യങ്ങളിൽ ഒന്ന് കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന്.
എന്നിട്ട് ഈ ഹദീസ് പറയുന്നത് കുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ മറുപടിക്കനുസരിച്ച് മലക്കത് രേഖപ്പെടുത്തും. ഹദീസ് നിഷേധികൾ പലപ്പോഴും അടുത്ത കാലം വരെ ഈ ഹദീസ് എടുത്തുകൊണ്ട്, ഇപ്പോഴും ഈ ഹദീസ് എടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജനിതകമായ ലിംഗനിർണയം നടക്കുന്നത് പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേരുന്ന ആദ്യത്തെ ദിവസമാണ് എന്നതുകൊണ്ട് തന്നെ ഈ 40നും 45നും ഇടക്ക് പിന്നെ ഒരു മലക്ക് കടന്നു വന്ന് ഇക്കാര്യം എഴുതേണ്ടത് എന്തുകൊണ്ട് എന്നാണ് അവരുടെ ചോദ്യം ആ തലത്തിൽ പ്രസക്തമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. മലക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശാസ്ത്രീയമായ പരിഗണനക്ക്, ശാസ്ത്രീയമായ അപഗ്രഥനത്തിന് വിധേയമല്ല എങ്കിൽ പോലും ഇവിടെ ഈ ചോദ്യത്തെ അതേ തലത്തിൽ തന്നെ നമ്മൾ എടുക്കുക. 2008 മുൻപായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ശാസ്ത്രീയമായ മറുപടി നൽകുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ 2008 ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ജനിതകമായ അടിത്തറ മാത്രമല്ല, ലിംഗനിർണയത്തിന്റെ പിന്നിലുള്ളത് എന്ന വസ്തുത ശാസ്ത്രലോകം പൂർണ്ണമായി അംഗീകരിച്ചതാണ് 2008 സവിശേഷത. അതിന് കാരണമുണ്ട്. ചില പെൺകുട്ടികളിൽ അവരുടെ ചില പെൺ സ്വഭാവം കാണിക്കുന്ന പെണ്ണിന്റെ ലൈംഗികതയുള്ള ആളുകളിൽ അവരുടെ ക്രോമോസോം പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരിൽ കാണേണ്ടത് XX ക്രോമോസോമാണ്, പക്ഷേ കാണുന്നത് XY ക്രോമോസോമാണ്. ചില ആളുകളിൽ XY ഉണ്ടാകുന്നതിന് പകരം പുരുഷന്മാരിൽ XXY ക്രോമോസോം കാണുന്നു, 2X ക്രോമോസോം കാണുന്നു. ചില പുരുഷന്മാരിൽ XXY ക്രോമോസോം കാണുന്നു, XXXY ക്രോമോസോം കാണുന്നു. അഥവാ 3X ക്രോമോസോമും 1Y ക്രോമോസോമും കാണുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് എങ്ങനെയാണ് ലിംഗനിർണയം നടക്കുന്നത് എന്ന വിഷയത്തിലുള്ള പൂർണ്ണമായ ജനിതകമായ പഠനങ്ങൾ നടക്കുന്നത്. അപ്പോൾ Y ക്രോമോസോം ആണ് നേരത്തെ ഞാൻ പറഞ്ഞു പുരുഷനായിത്തീരുന്നതിന് കാരണം. Y ക്രോമോസോം ഉണ്ടെങ്കിലാണ്, Y ക്രോമോസോമിന്റെ ആധിപത്യം ഉണ്ടെങ്കിലാണ്. പക്ഷേ Y ക്രോമോസോം ഉള്ള ഒരു നുത്ഫ അഥവാ ഒരു ഭ്രൂണം, ആ ഭ്രൂണം Y ക്രോമോസോം ഉണ്ട്, XY ആണ് ക്രോമോസോം. പക്ഷേ ആ ഭ്രൂണത്തിൽ പുരുഷ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. പുരുഷ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല 6ാമത്തെ ആഴ്ച വരെ. 6ാമത്തെ ആഴ്ച ഈ Y ക്രോമോസോമിന്റെ അറ്റത്ത് ഒരു ജീൻ ഉണ്ട്. ആ ജീനിന് ശാസ്ത്രകാരന്മാർ പറയുക SRY ജീൻ എന്നാണ്. SRY ജീൻ എന്ന് പറഞ്ഞാൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻ എന്നാണ് അർത്ഥം. ലൈംഗികത തീരുമാനിക്കുന്ന ജീൻ എന്നർത്ഥം. ഈ SRY ജീൻ പ്രവർത്തനക്ഷമമാകുമെങ്കിൽ മാത്രമാണ്, ആക്ടിവേറ്റ് ആകുന്നുവെങ്കിൽ മാത്രമാണ് കുഞ്ഞ് ആൺകുഞ്ഞായി തീരുന്നത്. അല്ലെങ്കിലോ കുഞ്ഞ് പെൺകുഞ്ഞാകാം, അതല്ലെങ്കിൽ കുഞ്ഞ് XY ഉള്ള പെൺകുഞ്ഞാകാം, അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഹിജടയെ പോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ജനിതകമായ കാരണങ്ങൾ അതാണ് എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. ഇവിടെ ഈ SRY ജീൻ എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്? ഈ രംഗത്ത് 2008 ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്. ഈ വിഷയം വളരെ വ്യാപകമായി പുതിയ ശാസ്ത്ര വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു പോപ്പുലർ സയൻസ് ഇന്റർനെറ്റ് സൈറ്റാണ് PBS.org എന്ന ഇന്റർനെറ്റ് സൈറ്റ്. PBS.org-ൽ നിങ്ങൾ പോയിട്ട് സെക്സ് ഡിറ്റർമിനേഷൻ എന്നൊരു ടാഗ് കൊടുത്ത് ആ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയുന്ന ഭാഗം നോക്കുക. ഓരോ ആഴ്ചയും കുഞ്ഞിന്റെ സെക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട്. 1ാമത്തെ ആഴ്ച പുരുഷ ബീജം സ്ത്രീ ബീജവുമായി കൂടിച്ചേരുന്നു. 2ാമത്തെ ആഴ്ച അത് കൂടുതൽ കോശങ്ങൾ ഉണ്ടായിട്ട് ഓരോ ഘട്ടങ്ങൾ എത്തുന്നു. ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും വിശദീകരിക്കുന്നത് 6ാമത്തെ ആഴ്ച വരെയാണ്. 6ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ 2 ടാഗ്സ് നിങ്ങൾക്ക് കാണാം, ഒന്ന് മെയിൽ എന്നും ഒന്ന് ഫീമെയിൽ എന്നും പറഞ്ഞിട്ട്. ഈ മെയിലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അവിടെ കാണും ഈ സമയത്ത് SRY ജീൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞ് ആൺകുഞ്ഞാകുന്നു.
SRY ജീൻ ആക്ടിവേറ്റ് ആകാതിരുന്നാൽ കുഞ്ഞ് പെൺകുഞ്ഞോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതോ ആയിത്തീരുന്നു. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ചിലരിൽ SRY ജീൻ ആക്ടിവേറ്റ് ആകാത്തത് എന്ന് ഇന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് PBS.org ആണ്. അത് ആധുനികമായ ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 6 ആഴ്ചയാണ്, 6ാമത്തെ ആഴ്ചയാണ് ആത്യന്തികമായി കുഞ്ഞിന്റെ ലിംഗനിർണയം നടക്കുന്നത് എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40 or 45 ദിവസം, 40 ദിവസം, 45 ദിവസം, 40നും 45 ദിവസങ്ങൾക്കും ഇടയിൽ എന്ന് പറയുന്നത് 6ാമത്തെ ആഴ്ച തന്നെ. 6 ഗുണിക്കണം 7 = 42. ഹദീസിനെ 2008 മുൻപുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് അശാസ്ത്രീയമാണ് എന്ന് വിധിച്ച് ഹദീസ് നിഷേധിച്ച ആളുകൾക്ക് ഇന്ന് ആ ഹദീസുകളെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഈ പറയുന്ന SRY ജീനിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് പുറത്ത് എഴുതി ഒട്ടിച്ചു വെക്കേണ്ട അവസ്ഥാവിശേഷമാണ് ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെയാണ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ എന്നുള്ള വചനം പ്രസക്തമാക്കുന്നത്. പ്രവാചകന്റെ സംസാരം മുഴുവനും തന്നെ അള്ളാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിലെ ആശയങ്ങൾക്ക് ഒരു അബദ്ധവും സംഭവിച്ചുകൂടാ. കുഞ്ഞിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്ന ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്ന സഹീഹ് മുസ്ലിമിൽ തന്നെയുള്ള കിതാബുൽ ഖദറിലെ 716ാമത്തെ ഹദീസ്. ഈ ഹദീസും നിവേദനം ചെയ്തിട്ടുള്ളത് ഹുദൈഫത്ത് ബിനുൽ ഉസൈദ് റളിയല്ലാഹു അൻഹുവാണ്. കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത് കുഞ്ഞിന് 42 ദിവസം പ്രായമായി കഴിഞ്ഞാൽ, കുഞ്ഞിന് 42 ദിവസം പ്രായമായി കഴിഞ്ഞാൽ ഒരു മലക്ക് കടന്നു വരികയും ആ മലക്ക് കുഞ്ഞിന്റെ ശരീരത്തെ രൂപപ്പെടുത്തുകയും അതിന് കേൾവിയും കാഴ്ചയും മറ്റ് അവയവങ്ങളുമെല്ലാം നൽകുകയും ചെയ്യുന്നു എന്നതാണ്. അത്ഭുതകരമാണ് ഈ ഹദീസിന്റെ പരാമർശം. നേരത്തെ പറഞ്ഞ 6ാമത്തെ ആഴ്ച തന്നെ ഇവിടെ കൃത്യമായി 42 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇസ്നത്തൈനി വ അർബഊന ലൈലത്തൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. 42 രാത്രികൾ കഴിഞ്ഞാൽ, 42 രാത്രികൾ കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞിന്റെ അവയവങ്ങളെ കുറിച്ചുള്ള, അവയവ വളർച്ചയെക്കുറിച്ചുള്ള ഗ്രാഫ് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഭ്രൂണശാസ്ത്രജ്ഞന്മാർ കുഞ്ഞിന്റെ വളർച്ചയെ 2ആയി തിരിച്ചുകൊണ്ട് പഠിക്കുന്നു. കുഞ്ഞിനെ ഒന്ന് ആദ്യം എംബ്രിയോ ആണ്, പിന്നീട് ഫീറ്റസ് ആണ്. എംബ്രിയോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ഷണപ്രകാരം 9 ആഴ്ച മുതൽ 9 ആഴ്ച വരെയാണ് കുഞ്ഞ് എംബ്രിയോ ആകുന്നത്, ഭ്രൂണമാകുന്നത്. 9 ആഴ്ച കഴിഞ്ഞാൽ ഈ ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ ഗർഭസ്ഥ ശിശുവായി ഫീറ്റസ് ആയി മാറി. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ എല്ലാ രൂപഭാവങ്ങളുമുള്ള ഒരു സൂക്ഷ്മ രൂപമാണ്. പിന്നെ നടക്കുന്നത്, ഫീറ്റസ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ആ ഫീറ്റസിന്റെ വളർച്ചയാണ്, വലിപ്പം വെക്കലാണ്. യഥാർത്ഥത്തിൽ ഫീറ്റസ് ആയി മാറിക്കഴിയുന്നതിന് മുൻപ് ആ എംബ്രിയോയുടെ ആദ്യത്തെ ഒരു ഇറച്ചി കഷ്ണത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി അതിന് അവയവങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 6ാമത്തെ ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. 6ാമത്തെ ആഴ്ചയുള്ള ഒരു ഭ്രൂണത്തെയും 7ാമത്തെ ആഴ്ചയുള്ള ഒരു ഭ്രൂണത്തെയും നിങ്ങൾ താരതമ്യം ചെയ്താൽ 6ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് നിങ്ങൾക്ക് കണ്ണ് കാണില്ല. 7ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് കണ്ണ് വളരാൻ തുടങ്ങുന്നത് കാണും. 6ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് നിങ്ങൾക്ക് കാത് കാണാൻ കഴിയില്ല. എന്നാൽ 7ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് കാത് വളർന്നു വരുന്നത് നിങ്ങൾ കാണും. 6ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് നട്ടെല്ല് രൂപീകരിക്കപ്പെട്ടത് നിങ്ങൾ കാണില്ല. എന്നാൽ 7ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് നട്ടെല്ല് രൂപീകരിക്കപ്പെടുന്നത് നിങ്ങൾ കാണും. 6ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് തൊലി വികസിച്ചത് നിങ്ങൾ കാണില്ല. എന്നാൽ 7ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് തൊലി വികസിക്കാൻ തുടങ്ങിയത് നിങ്ങൾ കാണും. 6ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് അതേപോലെ തന്നെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ 7ാമത്തെ ആഴ്ചയുള്ള ഭ്രൂണത്തിന് മനുഷ്യ ശിശുവിന്റെ ഷേപ്പിലേക്ക് അത് മാറി വരുന്നത് നിങ്ങൾ കാണും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ദിവസം
വളരെ കൃത്യമാണ് എന്ന വസ്തുത നമ്മൾക്ക് മനസ്സിലാകുന്നു. ഇതാണ് ഹദീസുകളെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുന്ന, നമ്മൾക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ, കേവലമായ ആധുനികമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ അസ്വീകാര്യമാണ് എന്ന് വിധിക്കുന്ന ആളുകൾ, അവർ പുനർവിചിന്തനം നടത്തുകയും ആ രംഗത്ത് പഠനങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന വിനീതമായ അഭ്യർത്ഥന മാത്രമാണ്. ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നടത്തുവാനുള്ളത് വളരെ വലിയൊരു സെമിനാർ, ഹദീസുകളുടെ ധർമ്മത്തെയും ഹദീസ് നിദാന ശാസ്ത്രത്തെയും ഹദീസിന്റെ ഭാഷയെയും ഹദീസിന്റെ ധർമ്മശാസ്ത്രത്തെയും ഹദീസ് പഠന ഗവേഷണങ്ങളെയും ഹദീസിന്റെ ആധുനിക രേഖീകരണത്തെയും എല്ലാം കുറിച്ചുള്ള വളരെ വലിയ പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു സെഷന്റെ അവസാനം എന്നുള്ള നിലക്ക് ലോകത്തിന്റെ മുന്നിൽ ഇതാ ഒരു പുതിയ പഠനശാഖ കൂടി, ആധുനിക ശാസ്ത്രം ഹദീസിനെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ സാക്ഷ്യം അംഗീകരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനശാഖ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇല്ല, ഒരിക്കലും ആ വഹി തെറ്റില്ല. പ്രവാചകന്റെ വചനങ്ങൾ തെറ്റുകയില്ല എന്നതിന് പുതിയ പഠനങ്ങൾ സാക്ഷീകരിക്കുന്നു. ഇനിയും പഠിക്കണം, ഇനിയും മനസ്സിലാക്കണം, ഇനിയും അറിവിന്റെ പുതിയ പുതിയ വാതായനങ്ങളിലൂടെ ഹദീസിന്റെ അത്ഭുത ലോകത്തേക്ക് നമുക്ക് പോകണം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് അവതരിപ്പിച്ച ഹദീസും ആധുനിക ശാസ്ത്രവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിഷയാധിഷ്ഠിതമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സദസ്സിൽ നിന്നും ക്ഷണിക്കുകയാണ്. ചോദ്യകർത്താക്കൾ വേദിയുടെ മുൻവശത്തോട്ട് വരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് ചിസ്തി, ഇവിടെ അടുത്ത് പൂന്തറയിലാണ് പഠിക്കുന്നത്. ജാമിയ നദവിയ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ സംശയം, നമ്മൾ ക്രൈസ്തവ സഹോദരങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന സന്ദർഭത്തിൽ അവരുടെ ബൈബിളിന്റെ അശാസ്ത്രീയതയെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയാനുള്ളൊരു കാര്യമാണ്. അത് സാറിനെ പോലുള്ളവർ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ തങ്ങളുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ച ഒരു വിഷയമാണ്. അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പില് സൂര്യന്റെ സൃഷ്ടിപ്പിന് മുമ്പായി കൊണ്ട് സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, അത് ബൈബിളിന്റെ അശാസ്ത്രീയതയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഒരിക്കലും അത് സാധ്യമല്ല. കാരണം പ്രകാശം സൃഷ്ടിച്ചതിന് ശേഷമാണ് സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചു പറയാറുണ്ട്. പക്ഷേ ഹദീസ് പഠിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ കാണാനിടയായി ഇതേ ആശയം വരുന്നൊരു ഹദീസ് കാണാനിടയായി. ഇവിടെ അശാസ്ത്രീയത, ബൈബിളിന്റെ അശാസ്ത്രീയത എടുത്ത് കാണിക്കുമ്പോൾ അത് നമ്മുടെ ഹദീസിന്റെ അശാസ്ത്രീയത കൂടെ ആകുന്നില്ലേ എന്നുള്ളൊരു സംശയം പഠനത്തിൽ നിന്ന് മനസ്സിലായി. അതൊന്ന് തിരുത്തി തരണം. അസ്സലാമു അലൈക്കും. സുഹൃത്തിന്റെ ചോദ്യം, ബൈബിളിൽ 6 ദിവസങ്ങളായുള്ള പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുകയും 7ാമത്തെ ദിവസം ദൈവം തമ്പുരാൻ വിശ്രമിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗം അത് അശാസ്ത്രീയമാണ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ സൂര്യൻ ഉണ്ടാകുന്നതിന് മുൻപ് ചെടികൾ ഉണ്ടായതായി പറയുന്നു. അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുമ്പ് രാത്രിയും പകലും, അതേപോലെ ഋതുഭേദങ്ങളും സായാഹ്നവും എല്ലാം ഉണ്ടായതായി ബൈബിൾ പറയുന്നു. അത് അശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ മുസ്ലിമിലുള്ള ഒരു ഹദീസ് ഇതേ കാര്യം പറയുന്നു, അതും അശാസ്ത്രീയല്ലെന്ന്. സഹീഹ് മുസ്ലിമിൽ ഇതേ കാര്യം പറയുന്ന ഒരു ഹദീസും ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരം. അവിടെയാണ് ഹദീസ് പഠനത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുക. സഹീഹ് മുസ്ലിമിൽ
കിതാബു സിഫാത്തുൽ യൗമുൽ ഖിയാമ എന്ന കിതാബിൽ 6707 നമ്പറായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹദീസാണ് എന്റെ സുഹൃത്ത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക, വിചാരിച്ചിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹദീസ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ദിവസം ശനിയാഴ്ചയാണ് ഈ ചളി സൃഷ്ടിച്ചത്, ഭൂമിയിലുള്ള മണ്ണ് ചളി സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, രണ്ടാമത്തെ ദിവസം എന്നല്ല, ഞായറാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. മൂന്നാമത്തെ ദിവസമാണ് അഥവാ തിങ്കളാഴ്ച ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരങ്ങളെ സൃഷ്ടിച്ചത്. നാലാമത്തെ ദിവസമാണ് ഭൂമിയിലുള്ള, ചൊവ്വാഴ്ച ദിവസമാണ് ഭൂമിയിലുള്ള ഈ പ്രയാസകരമായ ജീവികളെ സൃഷ്ടിച്ചത്. അഞ്ചാമത്തെ ദിവസമാണ് അഥവാ ബുധനാഴ്ചയാണ് ഈ സസ്യലതാദികളെ സൃഷ്ടിച്ചത്. വ്യാഴാഴ്ചയാണ് ജന്തുജീവജാലങ്ങളെ വ്യാപിപ്പിച്ചത്. വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് ആദമിനെ സൃഷ്ടിച്ചത്. ഇതായിരിക്കും എന്റെ സുഹൃത്തിന്റെ വിമർശനത്തിന്റെ ആധാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആ ഹദീസ് നിഷേധികൾ, ഈ ഹദീസ് ബൈബിളിലെ സൃഷ്ടി വിവരണം പോലെ തന്നെയാണ് എന്ന് പറയുകയും ഈ ഹദീസ് അശാസ്ത്രീയമാണ് എന്ന് പറയുകയും ചെയ്തു പോരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ ഘടനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഹദീസ് പ്രതിപാദിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമമേ അല്ല. ബൈബിളിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമമാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവിടെ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു, ഈ ഹദീസിൽ സൂര്യചന്ദ്രന്മാരെ ഇല്ല. ആകാശം സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു, ഈ ഹദീസിൽ ആകാശത്തിന്റെ സൃഷ്ടിയെ കുറിച്ചേ ഇല്ല. പിന്നീട് ഭൂമിയെക്കുറിച്ച് പറയുന്നു, രാപ്പകലുകളെ കുറിച്ച് പറയുന്നു, വെളിച്ചത്തെ കുറിച്ച് പറയുന്നു, ഇരുട്ടിനെ കുറിച്ച് പറയുന്നു. ഈ ഹദീസിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഈ ഹദീസ് പ്രതിപാദിക്കുന്നത് ഭൂമിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദിവസങ്ങൾ തന്നെ കടന്നു വരുന്നത് ഭൂമിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭൂമിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിവസങ്ങൾ, ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നുള്ള ദിവസങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ദിവസങ്ങൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാം ഉണ്ടാകുന്നത് ഭൂമിയുടെ സ്വയം ഭ്രമണം വഴിയാണ്. ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമേ അതുണ്ടാകൂ. ഇവിടെ ആദ്യം ഈ ഹദീസിൽ പറയുന്നത് ചളി സൃഷ്ടിച്ച, മണ്ണ് സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. മണ്ണ് സൃഷ്ടിച്ചതിനെ കുറിച്ച്, ആ ഭൂമിയിലുള്ള മണ്ണിന്റെ സൃഷ്ടിപ്പ് നടന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത്. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഭൂമി ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ ഒരു ശനിയാഴ്ച ദിവസം പടച്ച തമ്പുരാൻ ഇതിനെ സൃഷ്ടിച്ചു. ഇനി അടുത്ത ഞായറാഴ്ച ദിവസം പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം മരങ്ങളെ സൃഷ്ടിച്ചു എന്നൊന്നും പറയുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ ബൈബിളിലെ പരാമർശങ്ങളുടെ പ്രശ്നം 6 ദിവസങ്ങൾ എന്ന് 24 മണിക്കൂറിന്റെ ദിവസങ്ങളായിരുന്നുവെങ്കിൽ, ഭൂമിയിലെ ദിവസങ്ങൾ ആയിരുന്നു അവർ പറഞ്ഞിരുന്നതെങ്കിൽ, ആ പരാമർശങ്ങളിൽ ഒരു പ്രശ്നവും ആരും പറയുമായിരുന്നില്ല. എന്നാൽ അവര് പറയുന്നത് ഈ ബൈബിളിൽ പറയുന്ന 6 ദിവസം 6 നമ്മൾ പറയുന്ന ദിവസമല്ല എന്നും, മറിച്ച് അത് വിശദീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് മറിച്ച് ഈ ദിവസങ്ങൾ വലിയ ഘട്ടങ്ങളാണ് എന്നുമാണ്. യോം എന്നാണ് ഹീബ്രു ഭാഷയിൽ ദിവസത്തിന് ബൈബിളിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അറബിയിലെ യൗമിന് തുല്യമായ ഹീബ്രു ശബ്ദമാണ് യോം എന്നതുകൊണ്ട് തന്നെ ഘട്ടമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഘട്ടത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് എന്നും, രണ്ടാമത്തെ ഘട്ടത്തിൽ അഥവാ വർഷങ്ങൾ എടുക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റേ സൃഷ്ടിച്ചു എന്നാണ് എന്നും എല്ലാം ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ സസ്യലതാദികൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം ഒരബദ്ധമായി എടുത്തു പറയുന്നത്. ഇവിടെ സൂര്യനില്ലാതെ യുഗങ്ങളോളം സസ്യലതാദികൾക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ബൈബിളിലെ ഈ പരാമർശം അശാസ്ത്രീയമാണ്. എന്നാൽ ഈ ഹദീസിൽ പറയുന്നത്
ഈ ഹദീസിൽ പറയുന്നത് ചൊവ്വാഴ്ച ദിവസം സസ്യലതാദികൾ സൃഷ്ടിക്കപ്പെട്ടാൽ വ്യാഴാഴ്ച ദിവസം ആണ് ഭൂമിയിലെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. ഭൂമിയിലെ പ്രകാശം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയ പടച്ചതമ്പുരാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ നൂറും ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഉറപ്പാണ്. ഒന്നുകിൽ നൂർ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുള്ള ഭൂമി ഒരു ഭൂമിയിൽ നിന്ന് വേറിട്ട് പോയതാണ് എന്ന് ശാസ്ത്രകാരന്മാർ കരുതുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനാകാം ഈ ഇവിടെ നൂറ് കൊണ്ടുള്ള വിവക്ഷ. അതാണോ നമുക്കറിയില്ല. അതല്ല, ഭൂമിയിൽ പ്രകാശം നിലനിൽക്കുവാൻ കാരണമായ ഭൗമാന്തരീക്ഷത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അതാണോ ഇതുകൊണ്ടുള്ള വിവക്ഷ നമുക്കറിയില്ല. ഏതായിരുന്നാലും 24 മണിക്കൂർ നിലനിൽക്കുന്ന ഒരു ദിവസം സസ്യത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത ദിവസം വെളിച്ചം സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് ഈ സസ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഒരു ശാസ്ത്രവും പറയുന്നില്ല. ബൈബിൾ പ്രകാരം നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ കാലഗണനയുള്ള ഘട്ടങ്ങളാണ് ഇവിടെ പ്രയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് മൂന്നാമത്തെ ദിവസം സസ്യം സൃഷ്ടിക്കപ്പെടുകയും 4-ാമത്തെ ദിവസം സൂര്യൻ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ബൈബിൾ പരാമർശം അശാസ്ത്രീയമാകുന്നത്. ഈ ഹദീസ് ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭൗമ പ്രതിഭാസങ്ങൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും സംഭവിച്ച ഭൗമ പ്രതിഭാസങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ആ പ്രതിഭാസങ്ങളുടെ സൃഷ്ടി നടന്ന ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നു എന്നല്ലാതെ അതിൽ അശാസ്ത്രീയമായി യാതൊന്നുമില്ല. അത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് എന്ന് ദിവസം എന്നും കുറച്ച് സാധനങ്ങളും പറഞ്ഞപ്പോ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇത് അബദ്ധമാണ് എന്ന് തോന്നുന്നത്. ഹദീസുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിലൊരു അബദ്ധവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫിറോസ്. ഞാനൊരു എഞ്ചിനീയറാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ. എൻ്റെ ഒരു ചോദ്യം, മനുഷ്യൻ്റെ ഒരു അപാരമായ പ്രതിഭാസമായ ഈ മനസ്സ് അല്ലെങ്കിൽ ചിന്ത ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. യതഫക്കറൂൻ, അങ്ങനെ പല. ഇത് മനുഷ്യൻ്റെ ജനനം മുതൽ ഏതൊരു അവസ്ഥയിലാണ് ഇത് രൂപപ്പെടുക? ഒന്ന് സംശയം ദൂരീകരിച്ചാൽ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും. ചിന്ത ഏത് സമയത്താണ് രൂപപ്പെടുന്നത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ചിന്ത എന്നുള്ളൊരു മസ്തിഷ്ക പ്രതിഭാസമാണ്. ചിന്ത എന്നത് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്ന, ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആണ്. എൻ്റെ സുഹൃത്ത് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ചിന്ത രൂപപ്പെടുന്നത് എപ്പോഴാണ്? ചിന്ത ഒരു മസ്തിഷ്ക പ്രതിഭാസമാണ്. ആ ചിന്ത മസ്തിഷ്ക പ്രതിഭാസമായത് കൊണ്ട് തന്നെ മസ്തിഷ്ക ഘടന രൂപപ്പെടുന്ന മുറയിൽ ചെറിയ തോതിലുള്ള ചിന്ത ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രകാരന്മാർ പറയുക, ഭ്രൂണാവസ്ഥയിൽ തന്നെ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ മസ്തിഷ്ക പ്രക്രിയ ആരംഭിക്കുന്നു എന്നാണ്. ന്യൂറോണുകൾ, ന്യൂറൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, ആ നെർവസ് സിസ്റ്റം ഉണ്ടാകാൻ ആരംഭിക്കുന്ന സന്ദർഭം മുതൽക്ക് മനുഷ്യന് ഗർഭാവസ്ഥയിൽ വെച്ച് അറിവ് നേടാൻ ആരംഭിക്കുന്നു എന്നും ആ തലത്തിൽ നിന്ന് അറിവിനെ അപഗ്രഥിക്കുവാനുള്ള ഒരു പ്രാഥമികമായ തലം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രകാരന്മാരുടെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഗർഭാശയത്തിൽ വെച്ച് അറിവ് ലഭിക്കുന്നത്? ഗർഭാശയത്തിൽ വെച്ച് 2 ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നു. മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ആ 5 ഇന്ദ്രിയങ്ങളും ഗർഭാശയത്തിൽ വെച്ച് രൂപമെടുക്കുന്നുവെങ്കിലും കണ്ണോ സ്വാദോ നാക്കോ മൂക്കിലൂടെയുള്ള ഗന്ധമോ ഗർഭാശയത്തിൽ വെച്ച് മനുഷ്യൻ അറിയാൻ ആരംഭിക്കുന്നില്ല. അവിടെ കൂരാക്കൂരി ഇരുട്ടാണ്. അവിടെയൊന്നും തന്നെ മണക്കാനില്ല, അവിടെയൊന്നും തന്നെ രുചിക്കാനുമില്ല എന്നതുകൊണ്ട് തന്നെ ഗർഭാശയത്തിൽ വെച്ച് ഈ 3 ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമാകുന്നില്ല. എന്നാൽ മനുഷ്യന്റെ മറ്റ് 2 ഇന്ദ്രിയങ്ങൾ, സ്പർശവും അതോടൊപ്പം തന്നെ കേൾവിയും
ഗർഭാശയത്തിൽ വെച്ച് തന്നെ പ്രവർത്തനക്ഷമമാകുന്നു. ഈ രണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ മാതാവിന്റെയും പിതാവിന്റെയും തലോടലേൽക്കുന്ന കുഞ്ഞ് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കേൾക്കുന്ന കേൾവികൾ അനുഭവിക്കുന്ന കുഞ്ഞ് അത് മുതൽക്ക് കുട്ടി അപഗ്രഥിക്കുവാൻ ആരംഭിക്കുന്നു എന്നാണ്. കുട്ടിന്റെ തലച്ചോറ് അതിന്റെ അടിസ്ഥാനത്തിൽ വികസിക്കുവാൻ ആരംഭിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് ജനിച്ചതിന് ശേഷം ത്വരിതപ്പെടുകയും 3 വയസ്സാകുമ്പോഴേക്ക് തലച്ചോറിന്റെ വളർച്ച ഏകദേശം പൂർണ്ണമാവുകയും 6 വയസ്സിൽ തലച്ചോറിന്റെ വളർച്ചയുടെ 2ാമത്തെ ഘട്ടവും പൂർണ്ണമാവുകയും 12ാമത്തെ വയസ്സാകുന്നതോടുകൂടി തലച്ചോറ് ഏകദേശം അടിസ്ഥാനപരമായ വളർച്ച പൂർത്തീകരിക്കുകയും ചെയ്യുന്നു എന്നും ഇതിനിടക്കെല്ലാം കുട്ടിക്ക് ലഭിക്കുന്ന അറിവുകളെ അവന്റേതായ തലം വെച്ചുകൊണ്ട് അവൻ അപഗ്രഥിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഈ തലം ഓരോ സാഹചര്യങ്ങളിലും വ്യത്യസ്തമാകാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എപ്പോൾ കൃത്യമായി ഓരോ തലത്തിലും എത്തുന്നു എന്ന് പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുഞ്ഞിന്റെ മസ്തിഷ്ക പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ചിന്ത എന്ന് പറയുമ്പോൾ ഒരു പ്രായമായ ഒരു മഹാചിന്തകൻ ചിന്തിക്കുന്ന രൂപത്തിൽ ഒരു ഗർഭാശയത്തിലെ കുഞ്ഞ് ചിന്തിക്കുന്നു എന്നല്ല അർത്ഥം. ഞാൻ പറയുന്നത് അറിവ് നേടിയെടുക്കുകയും അത് ശേഖരിക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുക എന്ന പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ജനനം മുതൽക്ക് ആ പ്രവർത്തനം ത്വരിതപ്പെടുന്നുണ്ട്. അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ ചിന്ത ഒരു അമാനത്തായി പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായി, ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താഞ്ഞാൽ പടച്ചതമ്പുരാന്റെ മുന്നിൽ അതിശക്തമായ ശിക്ഷയുള്ള ഒരു കാര്യമായിട്ടാണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തയുടെ പൂർണ്ണത എന്നത് കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതോടുകൂടി ശരിതെറ്റുകൾ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് മുതൽക്കാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നിസാർ. നേരത്തെ അക്ബർ സാഹിബ് ഒരു കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയുണ്ടായി. അതിൽ 6 ആഴ്ച 42 ദിവസങ്ങളാകുമ്പോൾ XY ക്രോമസോമുകളുടെ സംയോഗത്തെക്കുറിച്ചും വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ 2 X ഒരു Yയും ചേർന്ന് അതുപോലെ സ്ത്രൈണത അധികരിച്ചുകൊണ്ടുള്ള ക്രോമസോമുകളുടെ സംയോജനം മൂലം ഒരു ശിശുവിൽ സ്ത്രൈണതയോ അല്ലെങ്കിൽ ആൺകുട്ടിയായി ജനിക്കുന്ന കുട്ടിയിൽ സ്ത്രൈണതയോ പെൺകുട്ടിയായി ജനിക്കുന്ന കുട്ടിയിൽ പൗരുഷമോ അതിജയിച്ചുകൊണ്ട് ഹിജടകളായി ജനിക്കേണ്ടി വരും എന്നത് താങ്കൾ വ്യക്തമാക്കുകയുണ്ടായി. ഇത് പടച്ചതമ്പുരാന്റെ വിധിയാണെങ്കിൽ അപ്രകാരം ഹിജടകളായി ജീവിച്ചുകൊണ്ട് മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നത് ഇത്തരം ക്രോമസോമുകളുടെ സംയോഗത്തിന്റെ ചില കാരണങ്ങൾ മൂലമാണെങ്കിൽ അങ്ങനെ ഹിജടകളായി ജീവിക്കുകയും സ്വർഗാനുരാഗം ഉണ്ടാവുകയും അത്തരം കാര്യങ്ങളിലൂടെ ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു പാപമാകുമോ, അതൊരു പാതകമാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹിജടകളുടെ സ്വർഗാനുരാഗം പാതകമാകുമോ, അതൊരു വിധിയാണെങ്കിൽ എന്നാണ് ചോദ്യം. ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾ തന്നെ. യഥാർത്ഥത്തിൽ ഹിജടകൾ സ്വർഗാനുരാഗികളാണ് എന്നും അത് സ്വർഗാനുരാഗം എന്നത് ഹിജടകളെപ്പോലെയുള്ള നപുംസകങ്ങളെപ്പോലെയുള്ള ഒരു ജനിതകമായ പ്രശ്നമാണ് എന്നും അതുകൊണ്ട് തന്നെ അത് അനുവദിക്കപ്പെടേണ്ടതാണ് എന്നും പഠിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യ ലോകത്തെ ഇത്തരം ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ പണം പറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലെല്ലാം പ്രവർത്തിക്കുന്ന NGOകൾ, ആ NGOകളുടെ വ്യാപകമായ പ്രചരണവും അവരുടെ സാംസ്കാരിക തനിമയിൽ ലേഖനമെഴുതുന്ന കൂലിയെഴുത്തുകാരുമെല്ലാം ഉണ്ടാക്കിയ തെറ്റായ ധാരണയാണ് ഇതിലെല്ലാം ഈ ചോദ്യത്തിൽ പ്രതിഫലിച്ച് കാണുന്നത്. യഥാർത്ഥത്തിൽ LGBT എന്നാണ് ഇവർ പറയുന്നത്. LGBT എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസെക്ഷൽ എന്നാണ്. ഇതിൽ ട്രാൻസെക്ഷൽ ആണ് ഈ പറഞ്ഞ പ്രശ്നം. എന്താണ് ഹിജടകളുടെ പ്രശ്നം? അത് ജനിതകമാണ്. പലതും ജനിതകമാണ്. ചിലത് പ്രകൃതിപരമായ മറ്റ് കാരണങ്ങളെ കൊണ്ടുണ്ടാകാം, ചിലത് ആർട്ടിഫിഷ്യൽ ആയിട്ടും ഉണ്ടാകാം. അഥവാ ആളുകളെ നിർബന്ധിച്ച് ഹിജടകളാക്കി മാറ്റുന്ന ഏർപ്പാടുണ്ടാകാം. മറ്റേതുണ്ടല്ലോ, ലെസ്ബിയനിസവും ഗേയും സ്വവർഗരതിയും
സ്ത്രീ സ്വവർഗരതിയും പുരുഷ സ്വവർഗരതിയും ഇത് ഒരിക്കലും ജനിതകമല്ല. ജനിതകമാണ് എന്ന്, അത് പരമ്പരാഗതമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് LGBT എന്ന ഈ ഒരു സംജ്ഞ തന്നെ ഒന്നിച്ച് കൂട്ടിക്കെട്ടിയിട്ടുള്ളത്. പലപ്പോഴും ഹിജടകളെ സ്വവർഗാനുരാഗികൾ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. അതിന് കാരണം സ്വവർഗാനുരാഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ എല്ലാ സവിശേഷതകളും ഉണ്ടാവുകയും അതോടൊപ്പം സ്ത്രീയുടെ ലൈംഗികാസക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനെ അവർ ഗുദമൈഥുനത്തിന് വേണ്ടി, ആനൽ സെക്സിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവന് അതല്ലെങ്കിൽ ലൈംഗികത ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് പ്രശ്നമാവില്ല എന്നതുകൊണ്ട് തന്നെ ഹിജടകളെ, നപുംസകങ്ങളെ സ്വവർഗാനുരാഗികൾ ഉപയോഗിക്കാറുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അതിന്റെ അർത്ഥം ഒരിക്കലും സ്വവർഗാനുരാഗം ജനിതകമാണ് എന്നല്ല. ഹിജടകൾക്ക് ലൈംഗികാസക്തി തന്നെ ഇല്ല. സ്വയം ഹിജടകളായി മാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാസക്തി തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് ലൈംഗിക ബന്ധമുണ്ടാവുക, ലൈംഗികമായ ശരീരക്രിയകൾ ഉണ്ടാവുക, ലൈംഗികമായ മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക? ലൈംഗികമായ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഹിജടകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അവരൊന്നുകിൽ പെണ്ണായിരിക്കും അല്ലെങ്കിൽ പുരുഷനായിരിക്കും. അത്തരം ആളുകൾക്ക് ലൈംഗിക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുവാനും സാധിക്കും. അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കുവാനാണ് സമൂഹം സന്നദ്ധമാകേണ്ടത്, അതല്ലാതെ മറ്റേതല്ല. ചുരുക്കത്തിൽ ഹിജടകൾ എന്നത് അഥവാ പുരുഷനും സ്ത്രീയുമല്ലാത്ത, ലൈംഗികമായി പുരുഷനോ സ്ത്രീയോ അല്ലാത്ത വിഭാഗം എന്നത് ഒരു വിഭാഗമല്ല, ഒരു ജനിതക തകരാറാണ്. ആ ജനിതക കരാറ് കൊണ്ട് അത് ഉണ്ടാകാം. അത്തരം ആളുകൾക്ക് ലൈംഗിക ശേഷി ഉണ്ടാവില്ല. എന്നാൽ സ്വവർഗാനുരാഗം പെൺസ്വർഗാനുരാഗമാണെങ്കിലും ആൺസ്വർഗാനുരാഗമാണെങ്കിലും എല്ലാം അത് ഒരു സെക്ഷൽ ഡൈവേർഷനാണ്. അത് ലൈംഗിക മര്യാദയിൽ നിന്ന് പരമാവധി ലൈംഗികത ആസ്വദിക്കുവാൻ വേണ്ടി കണ്ടെത്തുന്ന വൃത്തികെട്ട മാർഗങ്ങളാണ്. അത് പ്രകൃതിപരമല്ല, ജനിതകമല്ല, ആണ് എന്ന രൂപത്തിൽ അമേരിക്കയിലെ ഈ രംഗത്ത് ഗേ അസോസിയേഷനുകളും ലെസ്ബിയൻ അസോസിയേഷനുകളും നിർബന്ധിച്ചുകൊണ്ടുണ്ടാക്കിയ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ആ വിഷയത്തിൽ സ്വവർഗാനുരാഗം, സ്വവർഗരതി പ്രകൃതിപരമോ എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായ പഠനത്തിന് ആ പുസ്തകത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസ്സലാമലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു കാര്യം പറയാറുണ്ട്. അതായത് ഈച്ചയെ സംബന്ധിച്ച്, ചായയിൽ ഈച്ചയെ വീണപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിനെ മുക്കിയ ശേഷം എടുത്തു കളഞ്ഞ ശേഷം കുടിക്കാമെന്ന്. അപ്പം അതിലെ ഹദീസിനെ നിഷേധിക്കുന്നവർ പറയുന്നത്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം പറഞ്ഞത്, ഒരു ചിറകിൽ അതിൽ വിഷാംശങ്ങളുണ്ടെങ്കിൽ അതിന്റെ മരുന്ന് മറ്റേ ചിറകിലുണ്ടെന്നാണ്. അല്ലെ, ഹദീസിനെ നിഷേധിക്കുന്നവർ പറയുന്നത് ഈച്ചകൾ പോയിരിക്കുന്നത് വൃത്തികെട്ട സ്ഥലങ്ങളിൽ, അപ്പോൾ അതിന്റെ കാലുകളിലാണ് വൃത്തികേടുകളെല്ലാം ഉള്ളത്, അല്ലാതെ ചിറക് അതിലുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. അതാണ് ചോദ്യം. ഇവിടെ ഈച്ച ഹദീസാണ് വിഷയം. കുറെ കാലമായി ഇസ്ലാമിനെ ഹദീസിനെല്ലാം നിഷേധിക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു ഹദീസാണ് ഈച്ച ഹദീസ്. സഹീഹുൽ ബുഖാരിയിലെ, മുസ്ലിം ലോകം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ള പ്രമാണമായ സഹീഹുൽ ബുഖാരിയിലെ കിതാബ് ബദഉൽ ഖൽഖ് എന്ന അധ്യായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഈച്ച നിങ്ങളുടെ പാനീയത്തിൽ വീണാൽ ആ ഈച്ചയെ മുക്കിയെടുത്ത് ദൂരെ കളയുക. അതിന്റെ ഒരു ചിറകിൽ രോഗാണുവാണെങ്കിൽ മറ്റേ ചിറകിൽ, ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ ഔഷധമുണ്ട് എന്ന്. ഇവിടെ ഈച്ചയുടെ കാലിലാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ചിറകിൽ എന്ന് പറയുന്നത് പ്രശ്നം. അതേപോലെ തന്നെ രോഗാണുവിന് പകരം ഇത് പ്രശ്നം.
ചില ആളുകൾ നിങ്ങട്ട് അവതരിപ്പിക്കുന്നത് കേട്ടാൽ ഈച്ച ജ്യൂസ് കുടിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് രൂപത്തിലാണ്. കാരണം ഈച്ചനെ കണ്ട് പിഴിഞ്ഞ് ശരിയാക്കിയിട്ട് എന്നിട്ട് എടുക്കണം എന്നുള്ള രൂപത്തിൽ. അങ്ങനെയൊന്നും റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഒരു പാനീയത്തിൽ ഈച്ച വീണു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ പാനീയം കുടിക്കണമോ? നിങ്ങൾക്കത് ഒഴിവാക്കാൻ റസൂലുള്ളാഹി നിരോധിച്ചിട്ടില്ല. നിങ്ങൾക്കത് കുടിക്കണമോ എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ആ രംഗത്ത് പോലും കൃത്യമായി ഉണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. ഒരു ഈച്ച വീണ പാനീയം കുടിക്കണമോ വേണ്ടയോ, ആ കുടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന നമ്മൾ വളരെ വളരെ ചെറുത് എന്ന് വിചാരിക്കുന്ന വിഷയത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശം. ഇനി ആ നിർദ്ദേശത്തിൽ കാലിലാണോ ചിറകിലാണോ പ്രശ്നം എന്നാണ്. യഥാർത്ഥത്തിൽ വൃത്തികെട്ട സാധനത്തിൽ ഈച്ച പോയിരിക്കുന്നു എന്ന് പറയുന്നത് മലത്തെക്കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ ഈച്ചയുടെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയകൾ അത് പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, മലത്തിൽ മാത്രമല്ല മറ്റെന്തിൽ നിന്നാണെങ്കിലും, ഈച്ച ചീഞ്ഞ ഏത് വസ്തുവിനും പോയിരിക്കും. ആ ബാക്ടീരിയകൾ ഈച്ചയുടെ ശരീരത്തിൽ എവിടെയും ഉണ്ടാകും. ഈ ശരീരത്തിൽ ഈച്ചന്റെ ശരീരം എന്നുള്ളത് ടോട്ടല് നമ്മൾ നോക്കിയാൽ എന്താണ്, ആന്റെ മാതിരി തുമ്പിക്കൈ വേറെയും വാല് വേറെയും ചെവി വേറെയും കാണുന്ന രൂപത്തിലല്ല. ഈച്ചന്റെ മൊത്തത്തിലുള്ള ശരീരം ഏതൊരാൾക്കും അറിയാം, ചിറക് മാത്രമേ അതിലുള്ളൂ. കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ആൾക്ക് ഈച്ചയുടെ ചിറക് മാത്രമേ ഉള്ളൂ. ഈച്ച നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ആ ചിറകിന്റെ ഉള്ളിലാണ് ഈച്ചയുടെ കാലുള്ളത്, ഈച്ചന്റെ തലയുള്ളത്, എല്ലാം ഈ ചിറകിന്റെ ഉള്ളിൽ ഏകദേശം ത്രികോണാകൃതിയിൽ. ഈ ഈച്ചയുടെ ശരീരത്തിൽ രോഗാണു ഉള്ളതുപോലെ തന്നെ രോഗാണുവിനെ നശിപ്പിക്കാനുള്ള സാധനവുമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ഉണ്ടോ ഇല്ലേ? ഇതാണ് ഹദീസ് നിഷേധികൾ ഈ രംഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പഠനവിധേയമാക്കേണ്ടത്. ഞാൻ അവരുടെ പഠനത്തിനു വേണ്ടി ചില ക്ലൂസ് നൽകാം. 1917 ഫെലിക്സ് ഡിഹാർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഈ രോഗം പരത്തുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ബാക്ടീരിയ ഫേജസ് എന്ന് വിളിക്കുന്ന ഒരു വൈറസുകളെ കുറിച്ചുള്ള പഠനം ആദ്യം പരിശോധിക്കട്ടെ. ഈ വൈറസുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്, എവിടെയാണുള്ളത്? ബാക്ടീരിയ വഹിക്കുന്ന ഏത് ജീവിയാണെങ്കിലും, ബാക്ടീരിയ വഹിക്കാന്ന് പറയുമ്പോൾ രോഗം പരത്തുന്ന, മനുഷ്യർക്കിടയിൽ രോഗം പരത്തുന്ന ഏത് പ്രാണിയാണെങ്കിലും ആ പ്രാണിയുടെ ശരീരത്തിൽ ബാക്ടീരിയോഫേജസും ഉണ്ട് എന്നാണ് ഫെലിക്സിന്റെ പഠനത്തിന്റെ അടിത്തറ. പറഞ്ഞു വരുന്നത്, ഈച്ചയുടെ ശരീരത്തിൽ ഉള്ള ബാക്ടീരിയകളെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന പ്രതിമരുന്ന് ഈച്ചയുടെ ശരീരത്തിൽ തന്നെയുണ്ട് എന്നത് 917 തന്നെ സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊന്നും പുതിയതൊന്നും വായിക്കാത്തതുകൊണ്ട് തന്നെ ഓൽക്കൊന്നും ആ വിവരം കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും യുക്തിവാദികളാണ് ഇത് ഭാര്യയായിട്ട് പറയും, ഭയങ്കര ശാസ്ത്രത്തിന്റെ ആളുകളായിരിക്കും അവർ. പക്ഷെ പുതുതായിട്ടുള്ള യാതൊന്നും പഠിക്കാനോ വായിക്കാനോ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് യുക്തിവാദികൾ സന്നദ്ധമാകാറില്ല. ഞാനത് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിന്റെ പേരിൽ യുക്തിവാദികളുടെ വലിയ വലിയ നേതാക്കൾ എഴുതി വെച്ച അബദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇടമറുകിന്റെ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിൽ ഈ കാര്യമുണ്ട്. അത് പുതിയ പതിപ്പിൽ 2010 പുറത്തിറങ്ങിയ പുതിയ പതിപ്പിലെ 28ാമത്തെ പതിപ്പാണ്. അതിൽ അടക്കം ഈ സാധനമുണ്ട്. 917 തന്നെ ശാസ്ത്രലോകം മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണിത്. ഇത് ഇന്നും ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഈ ഹദീസ് അശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാൻ ഈച്ചകളുടെ ശരീരശാസ്ത്രവും ശരീരഘടനയും ആ ഈച്ചകളുടെ ശരീരത്തിലെ ബാക്ടീരിയകളും ബാക്ടീരിയകൾക്ക് പകരമുള്ള ബാക്ടീരിയയെ നശിപ്പിക്കുന്ന മൈക്രോബുകളും ഇല്ലേ എന്നിന്നും ആർക്കും പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈച്ചയുടെ ശരീരത്തിൽ ആ ഈച്ച വഹിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ബാക്ടീരിയോഫേജസ് അതിൽ തന്നെയുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ബാക്ടീരിയ പോയിട്ടുണ്ട്, പക്ഷേ ബാക്ടീരിയോഫേജസ് പോകാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? രോഗം നമ്മളിലേക്ക് ബാധിക്കും.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബാക്ടീരിയ പാനീയത്തിൽ പോയി കഴിഞ്ഞാൽ ബാക്ടീരിയോഫേജസിനെ കൂടി ആ പാനീയത്തിലേക്ക് കടത്തിവിടുക. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ആഴ്ചയെ മുക്കിയെടുക്കുക, പുറത്ത് കളയുക എന്നുള്ളതാണ്. അത്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അത് ശാസ്ത്രീയമാണ്, കൃത്യമാണ്. അത് ആധുനിക ശാസ്ത്രമൊന്നുമല്ല, 917 ശാസ്ത്രമാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കടവ് താമസം. വളരെ സമഗ്രമായ ഒരു പഠനമാണ് അൽഹംദുലില്ലാ ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം 6 മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തതായും ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, സിഹ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നുള്ള ഹദീസ്, അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ്. സത്യത്തിൽ അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ഹദീസ് എടുത്തുദ്ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തുദ്ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല. എന്നാൽ മുസ്ലിം ലോകത്ത് നിന്ന് ഹദീസുകളെ മൊത്തത്തിൽ നിഷേധിക്കുന്നതിന് വേണ്ടി മുഅ്തസിലുകൾ മുതൽക്ക്, അഥവാ പ്രവാചകന്റെ കാലശേഷമുള്ള 3ാം തലമുറയിൽ ഉണ്ടായി വന്ന ഹദീസ് നിഷേധികളുടെ കൂട്ടമാണ് മുഅ്തസിലികൾ. ആ മുഅ്തസിലികൾ മുതൽക്ക് എല്ലാവരും ഈ ഹദീസിനെ എടുത്തുപൊക്കിക്കൊണ്ട് ഇത് ശരിയല്ല എന്ന് വാദിച്ചു വരാറുണ്ട്. യഥാർത്ഥത്തിൽ സിഹ്ർ ഒരു വസ്തുതയാണോ, അത് ബാധിക്കുമോ എന്നെല്ലാമുള്ള വിഷയങ്ങൾ വിശദമായി വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നത് പ്രവാചകന്റെ മഹത്വത്തെയോ പ്രവാചകന്റെ വ്യക്തിത്വത്തെയോ ഒരു തലത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, ഈ ബുഖാരിയിലുള്ള ഹദീസ് പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന്, സിഹ്ർ കൊണ്ട്, ഒരു ജൂതൻ ചെയ്ത സിഹ്ർ കൊണ്ട് എനിക്ക് പറഞ്ഞത് പറയാത്തതുപോലെ തോന്നി എന്ന്, എനിക്ക് പറയാത്തത് പറഞ്ഞതുപോലെ തോന്നി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് പ്രവാചകനെ കണ്ട മറ്റാരെങ്കിലുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ആ പ്രവാചകൻ ഈ കാലഘട്ടത്തിൽ എനിക്കങ്ങനെ ഒരു പ്രയാസമുണ്ടായി എന്നും ആ പ്രയാസത്തെ ദൂരീകരിക്കുവാനുള്ള മാർഗം അള്ളാഹു തന്നെ തനിക്ക് വെളിപാടായി അറിയിച്ചു തന്നു എന്നും അങ്ങനെ ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് ദൂരീകരിച്ചു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞുകൊടുക്കുകയാണ് തന്റെ ശിഷ്യന്മാർക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവ്യപുരുഷനാണ് എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഹയ്യ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയ നടത്തുമ്പോൾ ആ വഹി എത്തിക്കുറിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണമുണ്ട് എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സംരക്ഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം വിഷയങ്ങളിൽ കൂടി ജനങ്ങൾക്ക് മാതൃകയായി തീരുകയാണ്. പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന് രോഗമുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന് പ്രയാസകരമായി പരിക്ക് പറ്റാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഗൂഢമായ ആലോചനകൾ നടക്കുകയും അദ്ദേഹത്തെ കൊല്ലാൻ വരെ ആളുകൾ ആലോചിക്കുകയും അതൊന്നും അറിയാതെ അദ്ദേഹം നടത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന് പ്രയാസകരമായ രോഗങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന് മരണത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലൂടെ ഉപദേശങ്ങളിലൂടെ കാണിച്ചു കൊടുത്തതാണ് എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഹദീസിലുള്ളത്. അവിടെ റസൂലുള്ളാഹിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തെയോ നിഷേധിക്കുന്ന യാതൊന്നുമില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ വരുതിയിൽ വന്നിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആധുനിക ശാസ്ത്രത്തിന് നമ്മൾ ആധുനിക മനഃശാസ്ത്രം വരെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഹിപ്നോതെറാപ്പി, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ്, ഈ ഹിപ്നോസിസിന്റെ മെക്കാനിക്സ് എന്താണ്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്? ഏത് മെക്കാനിക്സ് ആണ് അതിന്റെ പിന്നിലുള്ളത്? ആധുനിക ശാസ്ത്രത്തിന് അത് മനസ്സിലാക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അത് ഇല്ല എന്നല്ല. ഇതേപോലെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ച സീമയിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്. തീർച്ചയായും അത് ശരിയോ തെറ്റോ, അത് വസ്തുതയോ അല്ലേ എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രമാണം പ്രവാചകന്റെ വചനങ്ങളും പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനുമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള ഒരു ഹദീസ്, റസൂലുള്ളാഹിയിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക? അത് പ്രവാചകനിൽ നിന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നയാൾ വരെ ഒരാൾ പോലും തെറ്റാതെ കൃത്യമായി സത്യസന്ധമായി സൂക്ഷ്മമായി ഒരാളിലും ഒരബദ്ധവും വരാത്ത രൂപത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട ഹദീസാണ്, കൃത്യതയുള്ള ഹദീസ്. ആ ഹദീസിനാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയാ. ഈ സ്വഹീഹായ ഹദീസിനെ നിർണയിക്കുന്നതിന് വേണ്ടി ഹദീസ് പണ്ഡിതന്മാർ ഭഗീരഥ പ്രയത്നമാണ് നടത്തിയത്. ആ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഉസൂലുൽ ഹദീസ് എന്ന ശാസ്ത്രശാഖ ഉണ്ടായി വന്നിട്ടുള്ളത്. ഈ ഉസൂലുൽ ഹദീസിൽ അനുസരിച്ച് സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരി അതിൽ ചേർത്തത്. സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെ പൊളിയുകയാണ്. സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾക്ക് തള്ളാൻ ഇവിടെ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ നിർവാഹമില്ല, ബുദ്ധിപരമല്ല, അല്ലെങ്കിൽ വിമർശനം വരുന്നു എന്ന കാരണം വെച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞാൽ ഈ ഉസൂലുൽ ഹദീസ് എന്ന ശാസ്ത്രം തന്നെ തെറ്റാണ് എന്നാണ് അർത്ഥം. കാരണം നിങ്ങൾ ആലോചിക്കുക, പ്രവാചകനിൽ നിന്ന് എ കേട്ടു, എയിൽ നിന്ന് ബി കേട്ടു, ബിയിൽ നിന്ന് സി കേട്ടു, സിയിൽ നിന്ന് ഡി കേട്ടു, ഡിയിൽ നിന്ന് ബുഖാരി കേട്ടു, എന്നിട്ട് അത് രേഖപ്പെടുത്തി ആ രൂപത്തിലാണ് ഹദീസ് ഉണ്ടാവുക. ഇതില് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ജീവചരിത്രം പരിശോധിച്ച് അവർ കളവ് പറയാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്, അവർക്ക് തെറ്റുപറ്റാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്, അവർക്ക്
മറവി സംഭവിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്, അവർക്ക് സംസാരത്തിൽ പിഴവ് വരാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് എല്ലാം പരിശോധിച്ചിട്ട് അതിനെല്ലാം അല്ല, ഇല്ല, ഇല്ല, ഇല്ല എന്ന ഉത്തരമുണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ഹദീസ് സ്വഹീഹായി തീരുന്നത്. ഇങ്ങനെ ഉത്തരം ലഭിച്ച ഒരു ഹദീസ് തള്ളിക്കളഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ എ കളവ് പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ബി കളവ് പറഞ്ഞു എന്നാണ്, അതല്ലെങ്കിൽ സി കളവ് പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ഡി കളവ് പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി കളവ് പറഞ്ഞു, ബുഖാരി ഇമാം കളവ് പറഞ്ഞു എന്നാണ്. ഇതില് ആര് കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാലും, എ കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ എയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഉണ്ടാകും. അതൊന്നും തന്നെ പിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. ബി കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഉണ്ടാകും. അതൊന്നും തന്നെ സ്വീകരിക്കാൻ സാധ്യമല്ല. സിയും ഡിയും സഹീഹുൽ ബുഖാരി ഇമാമുമെല്ലാം കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെയാകുമ്പോൾ ഉസൂലുൽ ഹദീസ് എന്ന ശാസ്ത്രം തന്നെ കൈയൊഴിക്കേണ്ടി വരും. പ്രവാചകനിൽ നിന്നുള്ള ഹദീസ് സ്വീകരിക്കുവാനുള്ള ഒരു മാനദണ്ഡവും മുസ്ലിം ലോകത്തിന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. ഇത് മനസ്സിലാക്കിയവരാണ് ഇതേപോലെയുള്ള ഹദീസുകൾ എടുത്തുകൊണ്ട് ഹദീസുകൾ സ്വീകരണ രീതി ശരിയല്ല എന്നും അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകൾ പോലും സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുമുള്ള സംശയത്തിന്റെ വിത്തുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്തുമെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇത് വസ്തുതാപരമല്ല. പ്രവാചകന്റെ മഹത്വത്തിനോ പ്രവാചകന്റെ ഔന്നത്യത്തിനോ പ്രവാചകന്റെ വ്യക്തിത്വത്തിനോ ഒരു കോട്ടവും ഈ ഹദീസ് വരുത്തുന്നില്ല. കോട്ടം വരുത്തുമായിരുന്നെങ്കിൽ പ്രവാചകനിൽ നിന്ന് അത് നിവേദനം ചെയ്ത സ്വഹാബി ആ ഹദീസ് പറയുമായിരുന്നില്ല. സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നെഞ്ചകം ഉപയോഗിച്ച് അമ്പ് കടന്നു വരുമ്പോ അതിനെ പ്രതിരോധിച്ച് പ്രവാചകനെ സംരക്ഷിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നത് എന്ന് അവർക്ക് തോന്നിയ ഒരു കാര്യവും അവർ നിവേദനം ചെയ്യുമായിരുന്നില്ല. ബുഖാരി ഇമാം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഹദീസുകളിലെ നെല്ലും പതിരും വേർതിരിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവനും ത്യാഗസമ്പൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ്. ആ ബുഖാരി ഇമാം ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും വൃഥാവിലാണ്, കൊള്ളരുതാത്തതാണ്, സ്വീകാര്യമല്ല എന്ന് പറയലാണ്. ബുഖാരി ഇമാം നിവേദനം ചെയ്തൊരു ഹദീസ് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കുക അത് ഒരു മുസ്ലിമിന്റെ രീതിയല്ല. ബുഖാരി ഇമാം പറഞ്ഞു എന്നതുകൊണ്ടല്ല നമ്മൾ അംഗീകരിക്കുന്നത്, മറിച്ച് ബുഖാരി ഇമാം സ്വീകരിച്ച മെത്തഡോളജി, രീതിശാസ്ത്രം പെർഫെക്റ്റ് ആണ് എന്നതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ രീതിശാസ്ത്രമാണ് അവരെല്ലാം സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തള്ളുവാൻ യാതൊരു നിർവാഹവുമില്ല. ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഈ ഹദീസിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ ഇസ്ലാമിന്റെ ഉത്തരം ഇതാണ്: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വരാം എന്നതുപോലെ, പ്രവാചകന് അപകടം സംഭവിക്കാം എന്നതുപോലെ, പ്രവാചകന് പരിക്ക് പറ്റാമെന്നതുപോലെ, പ്രവാചകന്മാർ കൊല ചെയ്യപ്പെടാം എന്നതുപോലെ, പ്രവാചകന്മാർക്ക് ഈ രൂപത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാം. മറ്റു മനുഷ്യർക്ക് സംഭവിക്കുമെങ്കിൽ പ്രവാചകന്മാർക്കും സംഭവിക്കാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ നിരോധിച്ച മാർഗങ്ങളിലൂടെ പോകാതെ പടച്ചവൻ അനുവദിച്ച മാർഗങ്ങളിലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ശ്രമിക്കേണ്ടത് എന്ന പാഠപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് എന്നാണ് നമുക്ക് ആ കാര്യത്തിൽ പറയുവാനുള്ളത്. ഹദീസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള വാതിൽ ഇനിയും തുറക്കുകയാണ്. ഞാൻ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. എന്റെ മുന്നിൽ ഉള്ള ആളുകളോട് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഹദീസുകളെ കൂടുതൽ പഠനവിധേയമാക്കുക എന്നതാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഈ രംഗത്ത് വളരെ ശക്തമായ ഒരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. ആ കാൽവെപ്പിന്റെ സമാപന സമ്മേളനത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ലാത്ത നെഞ്ച് നിവർത്തി തന്നെ നിൽക്കാൻ കഴിയുന്ന സയൻസാണ്
തരത്തിലുള്ള സ്രോതസ്സാണ് ഹദീസ് എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ നേരത്തെ എന്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച ഹദീസിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. കിതാബുൽ ഖദറിലുള്ള സഹീഹ് മുസ്ലിമിലെ ഹദീസ് 40നും 45നും ഇടക്ക് ദിവസത്തിനിടക്കാട് കുഞ്ഞിന്റെ ലിംഗനിർണയം ആത്യന്തികമായി നടക്കുന്നത് എന്ന് പറഞ്ഞ ഹദീസ് ചില ഹദീസ് നിഷേധികൾ, വ്യക്തിപരമായി പരിചയമുള്ള ആളുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഈ ഹദീസിനെ എടുത്തുകൊണ്ട് ഇതെല്ലാം വലിച്ചെറിയേണ്ട സമയമായില്ലേ എന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ അറിവനുസരിച്ച് ജനിതകമായ ക്രോമോസോമിക്കലായിട്ടുള്ള ലിംഗനിർണയമാണ് അടിസ്ഥാനപരമെന്നും അങ്ങനെ 1ാമത്തെ ദിവസം തന്നെ ലിംഗനിർണയം നടക്കുമെന്നും ആ ലിംഗനിർണയം തന്നെയാണ് ആത്യന്തികമായി ഉണ്ടാവുക എന്നുമായിരുന്നു അന്നത്തെ നമ്മുടെ അറിവ്. പക്ഷെ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വലിച്ചെറിഞ്ഞുകൂടെ എന്ന് ചോദിച്ച ഈ ആളുകൾക്ക് ഇന്ന് അവർ വലിച്ചെറിഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഹദീസ് പിടിച്ചുകൊണ്ടുവന്ന് പുതിയ SRY ജീനിനെ കുറിച്ചുള്ള പഠനശാഖയിൽ പ്രത്യേകമായ ആ പുസ്തകത്തിന്റെ പുറത്ത് ഒട്ടിച്ചു വെക്കേണ്ട അവസ്ഥാവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതമായ അറിവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഹദീസുകളെ തള്ളുന്നതിന് പകരം നമ്മുടെ അറിവിനെ നമ്മൾ അറിവിനകത്തുകൂടി പരിശോധിച്ച് അറിവിന്റെ അകത്തളങ്ങളിലൂടെ ഊളിയിട്ടിറങ്ങി പഠനത്തിന് വിധേയമാക്കിയാൽ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെല്ലാം അള്ളാഹു സത്യസന്ധമായ വസ്തുതകളായിരുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യം നമ്മളെ നയിക്കേണ്ടത് പ്രവാചകന്റെ ജീവിത മാതൃക പിൻപറ്റുന്നതിലേക്കാണ്. അതാണ് ഇവിടെ അധ്യക്ഷൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക അത് സമഗ്രമാണ്, സമ്പൂർണമാണ്, നിത്യപ്രസക്തമാണ്, നിത്യനൂതനമാണ്. നമുക്കിപ്പോഴും ഏത് രംഗത്താണെങ്കിലും പരിശോധിച്ചാൽ പ്രവാചകന്റെ ജീവിത മാതൃക തന്നെയാണ് അത്യുന്നതം. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച കാര്യം രാഷ്ട്രീയ രംഗത്തെ നേതൃരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ലീഡർഷിപ്പ് സയൻസിലെല്ലാം ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ലീഡർഷിപ്പിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ചെലവഴിക്കപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതൃപാഠ വിദഗ്ധൻ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഇസ്ലാം എന്ന 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ഗ്രന്ഥം പുറത്തിറങ്ങിയപ്പോ ഏറ്റവും അധികം ഇഫക്റ്റീവായ ആളുകളുടെ 7 സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ നയിക്കാൻ കഴിയുന്ന ആളുകളുടെ 7 സ്വഭാവങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകം വായിച്ചപ്പോ എനിക്ക് തോന്നിയിരുന്നു ഈ പുസ്തകത്തിൽ പറയുന്ന സ്വഭാവങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ പല ഹദീസുകളും ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന്, ആ വിഷയത്തിൽ ഒന്ന് എഴുതേണ്ടതുണ്ടല്ലോ എന്ന്. അതേപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം തന്റെ 8th ഹാബിറ്റ് എന്ന പുസ്തകം ഇറക്കിയപ്പോ 7 സ്വഭാവങ്ങളെ കൂടാതെ ഗ്രേറ്റ്നെസ്സിനുള്ള മഹത്വത്തിന് വേണ്ടിയുള്ള 8ാമത്തെ ഹാബിറ്റ് എന്ന വലിയൊരു പുസ്തകം ഇറക്കിയപ്പോഴും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളുടെ വിശദീകരണം മാത്രമാണല്ലോ എന്ന് തോന്നിപ്പോയിരുന്നു. പക്ഷെ അത്ഭുതകരം, പിന്നീട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് ലീഡർഷിപ്പിന്റെ രംഗത്തുള്ള അതികായനായ ബ്രിട്ടീഷുകാരനായ ജോൺ അഡയറുടെ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥപാട്. ജോൺ അഡയർ മുസ്ലിമല്ല, പക്ഷെ അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായ നേതൃപാടവത്തെ ലോകത്തിന് സംഭാവന ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃപാടവത്തിന്റെ രംഗത്തെ മാതൃകയുടെ മുന്നിൽ ജോൺ അഡയർ എന്ന ആധുനിക ലോകത്തെ നേതൃപാടവ വിദഗ്ധൻ സാഷ്ടാംഗം നമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്നത്. തീർച്ചയായും ഇതാണ് പ്രവാചകന്റെ ജീവിതത്തിന്റെ സവിശേഷത. നമ്മുടെ ഔന്നത്യത്തിന്, മുസ്ലിം ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനത്തിന് പ്രവാചകന്റെ മാതൃകയിലേക്ക് തിരിച്ചു പോവുകയാണ് ആവശ്യം. ഹദീസുകളും ആധുനിക ശാസ്ത്രവും എന്ന വിഷയം
പൂർണ്ണമാകുന്നത് ഈ ആധുനിക ശാസ്ത്രം പോലും ഹദീസുകളുടെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു നിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ഹദീസുകളുടെ പ്രയോഗവൽക്കരണത്തിന്, ആ ഹദീസ് അനുസരിച്ചുള്ള ജീവിതത്തിന് നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് എന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാകണം. ആ സന്ദേശം നമ്മളെല്ലാം ഏറ്റെടുക്കുക. സർവശക്തനായ തമ്പുരാൻ അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, സമയം 10 മണി കഴിഞ്ഞു. നമ്മുടെ പെർമിഷൻ അവസാനിക്കാറായി. ഹദീസ് എസ്സേ റൈറ്റിംഗിൽ 3-ാം സ്ഥാനം നേടിയ മുഹമ്മദ് സിദ്ദീഖ് സമ്മാനം വാങ്ങാൻ വേണ്ടി കടന്നു വരണമെന്ന് അറിയിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിലേക്ക് വേണ്ടി ജനാബ് അബ്ബാസ് സേഠ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ മഹത്തായ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ജനാബ് നദീർ കടേറയെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. തിരുവനന്തപുരത്തിന് അഭിമാനമായി മാറിയ അന്താരാഷ്ട്ര ഹദീസ് സെമിനാറിന്റെ സമാപന സമ്മേളനമാണിത്. കേരള സർവകലാശാല ഇതുവരെ ഇത്രയും വിദേശ പ്രതിനിധികളെ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 5 ദിവസമായി പുത്തരിക്കണ്ടത്ത് അനവധി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ മഹാസമ്മേളനത്തിന് നന്ദി പറയുകയാണ് എന്റെ കടമ. ആദ്യമായി ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന അബ്ബാസ് സെട്ടിന് സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദ്ഘാടനം നിർവഹിച്ച കിംസ് ചെയർമാൻ ഡോക്ടർ സഹദുല്ല സാഹിബിന് സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രഗത്ഭ പണ്ഡിതൻ എം അക്ബർ സാഹിബിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആശംസകൾ നേരാൻ ഇവിടെ എത്തിച്ചേർന്ന വെഞ്ഞാറമൂർ സലാം സാഹിബ്, സലാം ഹാജി, നൌഫൽ, അഷ്റഫ് സാഹിബ്, തെന്നൂർ ഹംസ എന്നിവർ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സെമിനാറിന് വിജയിച്ചതിന് പിന്നിൽ പടച്ചവന്റെ കരുണയോടെ യത്നിച്ച ഒരു പറ്റം സഹോദരങ്ങളുണ്ട്. ഡോക്ടർ നിസാർ സാറിന് പിന്നിൽ അണിനിരന്നവർക്ക് ഓരോരുത്തർക്കും അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നൌഷാദ്, ഡോക്ടർ താജുദ്ദീൻ, ഡോക്ടർ ഇസുദ്ദീൻ, ഡോക്ടർ ഷാനിൻ, ഡോക്ടർ ഷംനാഥ്, ഡോക്ടർ പി നസീർ, ഹംസ തെന്നൂർ, എം നൌഫൽ, എം അഷ്റഫ്, ഷറഫുദ്ദീൻ, അൻവീർ, ഷാഫി, ഷാനി, നസീർ, സുഹൈബ്, സലീം, മാലിക് സാറ്, സുമയ്യ, ബനാസർ തുടങ്ങിയ നേതൃത്വം കൊടുത്ത നിരവധി പേരുണ്ട്. ഈ പ്രോജക്ടിന് നേതൃത്വം കൊടുത്ത എം ഹസൻ, നിംസ് ഫൈസൽ ഖാൻ, എം നജീബ് തുടങ്ങിയ നിരവധി പേരെ ഓർമ്മിക്കുകയാണ്. തിലകൻ കോൺട്രാക്ടർ, മഹാദേവ പ്രദീപ്, സിദ്ദീഖ്, സഹകരിച്ച പ്രസ്, വിഷ്വൽ മീഡിയ, വ്യാപാരി സമൂഹം, ജൂപ്പിറ്റർ സൗണ്ട്സ്, അക്കാദമിക് സമൂഹം, ഏറ്റവും പ്രധാനമായി സർവകലാശാല വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പി രാഘവൻ സാർ, ഷാജി ജാഹിദ്, വള്ളക്കടവ് നാസർ, അൽഫ അബ്ദുൽ ഖാദർ ഹാജി, മലബാർ ട്രേഡേഴ്സ്, ഹാഫിസ് അബ്ദുൽ ഷക്കൂർ അൽ കാസ്മി, എം സഫർ, ഡോക്ടർ ഷാനവാസ്, ഫിറോസ് എഞ്ചിനീയർ, സെയ്ദ് മുഹമ്മദ് സാർ, റഷീദ് എഞ്ചിനീയർ, മുസ്ലിം അസോസിയേഷൻ, ഡോക്ടർ സൈനുദ്ദീൻ, CH ഫൗണ്ടേഷൻ, തിരുവനന്തപുരം നഗരസഭ, എക്സിബിഷന് നേതൃത്വം നൽകിയ നസീർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിരുന്നു. സംഘാടക സമിതിക്ക് ഈ സമ്മേളനം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.